أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل وسلم وبارك على سيدنا ونبينا وحبيبنا محمد وعلى آل وصحاب سيدنا ومولانا محمد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സ്റ്റേജിൽ നമുക്ക് ദുആഇന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട ഉസ്താദ്, ചിട്ടുംകുഴി മുസ്ലിം അസോസിയേഷൻ എന്ന ഈ ധർമ്മ സംഘടനയുടെ കർമ്മോത്സുകരായ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ഖജാൻജി, മറ്റ് ഭാരവാഹികളെ, പ്രവർത്തകരെ, അനുഭാവികളെ, ഗുണകാംക്ഷികളെ, പ്രഭാഷണം കേൾക്കാൻ സന്നിഹിതരായ ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, അല്ലാഹു തആല ഈ സൽസംഗമത്തെ സമ്പൂർണ്ണ അനുഗ്രഹത്തോടും പ്രതിഫലത്തോടും കൂടെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. എല്ലാ നമ്മുടെ നല്ല ഉദ്ദേശങ്ങളെയും നമ്മുടെ ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, നമ്മുടെ ഈ സദസ്സിലിരിക്കുന്നവർ, ലൈവായി നമ്മുടെ ഈ പ്രഭാഷണം കേൾക്കുന്ന സഹോദരി സഹോദരന്മാർ, അവരുടെയും നമ്മുടെയും നല്ല മുറാദുകളെ അല്ലാഹു എളുപ്പത്തിലും വേഗത്തിലും ഹാസിലാക്കി തരട്ടെ. വിശുദ്ധ റമളാൻ മാസത്തെ വരവേൽക്കാനും 1 മുതൽ 30 ദിവസം വരെ നോമ്പ് നിൽക്കാനും ഉള്ള ആഫിയത്ത്, തൗഫീഖ്, ആയുസ് നമുക്കും നമ്മുടെ വീട്ടിലും കുടുംബത്തിലും നമ്മുടെ പ്രിയപ്പെട്ടവരിലുമുള്ള എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. അവരിൽ ജീവിച്ചിരിപ്പുള്ളവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് ത്വഅത്തിലായി പ്രദാനം ചെയ്യട്ടെ. അവരെ ഈമാൻ അല്ലാഹു പൂർണ്ണമാക്കി കൊടുക്കട്ടെ. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത്, മർഹമത്ത്, ഫറഹ്, റാഹത്ത്, സുറൂർ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഈ പ്രദേശത്തെ ഈ സംഘടനയുടെ ട്രഷററുടെ മരണപ്പെട്ട് എറണാകുളത്ത് നിന്ന് ആ മയ്യിത്ത് വരികയാണ്. അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഖബർ അല്ലാഹു തആല പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ. ഇതിന്റെ കർമ്മോത്സുകരായ സംഘാടകർ, എനിക്ക് ഭക്ഷണം തന്ന വീട്ടുകാരനടക്കം ഇതുവരെയുള്ള ദിവസങ്ങളിലും വരാനുള്ള ദിവസങ്ങളിലും ഉസ്താദുമാരെ ക്ഷണിച്ചു കൊണ്ടുവരികയും ഭക്ഷണം നൽകുകയും പരിചരിക്കുകയും ചെയ്യുന്ന ഇതിന്റെ സംഘാടകരും ഗുണകാംക്ഷികളുമായ പ്രവർത്തകന്മാർ, ഇവരെ സാമ്പത്തികമായി സഹായിക്കുന്ന ഉദാരമതികളായ നാട്ടുകാർ, എല്ലാവരെയും അല്ലാഹു ഇരുലോകത്തും സഹായിക്കുമാറാകട്ടെ. ഇത് ആഖിറത്തിൽ സ്വീകരിക്കുന്ന രമലായി നമ്മിൽ നിന്ന് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ.
നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ഈ ചട്ടുംകുഴി എന്ന മനോഹരമായ പ്രദേശത്ത് വീണ്ടും വരാനും ഏകദേശം ഒരു എത്ര വർഷം മുമ്പെന്ന് എനിക്ക് പറയാൻ കഴിയില്ല, ഒരു 10-15 വർഷങ്ങൾക്കപ്പുറത്ത് ഈ ചട്ടുംകുഴിയിൽ ഞാൻ ഒരിക്കൽ വേള പറഞ്ഞിരുന്നു. അതും ഇതുപോലെ ഏതോ ഒരു യങ് മെൻസ് അസോസിയേഷന്റെ കീഴിലാണോ എന്നൊരു സംശയമുണ്ട്. ധാരാളം ചെറുപ്പക്കാരായിരുന്നു അന്ന് സംഘാടകരായിട്ടുണ്ടായിരുന്നത്. വീണ്ടും അല്ലാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടെ അങ്ങനെയൊരു ഈ സംഘടന യുവാക്കളെ മാത്രം പ്രതിനിധീകരിക്കുന്ന സംഘടനയല്ലെങ്കിലും ഇതിന്റെ ഭാരവാഹികളായി എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഒരു 40 വയസ്സിൽ താഴെ പ്രായമുള്ള ചെറുപ്പക്കാരാണ്. ആരൊക്കെ ഇതിൽ സംഘടനയിലുണ്ടോ അവരെയൊക്കെ അല്ലാഹു അവൻ പൊരുത്തപ്പെടുന്ന അടിയാറുകളിൽ പൊടുത്തട്ടെ എന്ന ദുആവോടുകൂടെ മഹാനായ കുട്ടുമല ഉസ്താദ് അവറുകളുടെ ഓർമ്മകളോളം തല്ലുന്ന ഈ നഗരിയിൽ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ഖബറിടത്തിലേക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന ദുആവോടെ നിങ്ങൾ അനുവദിച്ച വിഷയത്തിലേക്ക് യുവാക്കളും ധാർമ്മിക ബോധവും ഞാൻ അല്ലാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടെ നിങ്ങളുടെ എല്ലാം സമ്മതത്തോടെ പ്രവേശിക്കുകയാണ്. വളരെ താല്പര്യത്തോടുകൂടെ ധാരാളം പ്രായമുള്ള ആളുകളും ഈ വാത് കേൾക്കുന്നുണ്ടാകും എന്നെനിക്കറിയാം. മനുഷ്യന് മരണനേരം വരെ ഈ ദുനിയാവിൽ ആവശ്യം മതബോധമാണ്, ധാർമ്മിക ബോധമാണ്, ഈമാനിക ബോധമാണ്, ആത്മീയമായ ബോധമാണ്. ധാർമ്മിക ബോധമെന്നോ ഈമാനിക ബോധമെന്നോ ആത്മീയ ബോധമെന്നോ ആദർശ ബോധമെന്നോ മതബോധമെന്നോ ഒക്കെ പറയാവുന്ന ആ ഒരു ബോധമാണ് പുതിയ കാലത്ത്, ഈ വർത്തമാന കാലത്ത് ജീവിച്ചിരിക്കുന്ന ഈ കാലത്തെ ജനങ്ങളിൽ തീരെ ഇല്ലാതെ പോയത്. ബാക്കിയുള്ള ഒരുപാട് ബോധങ്ങൾ, മരിക്കുന്നത് വരെ സുഖമായി ജീവിക്കണമെന്ന ബോധമില്ലാത്തവർ നമ്മുടെ ഇടയിൽ ഉണ്ടാകൂല. അത് ഏറ്റവും വലിയ നമ്മുടെയൊക്കെ ബോധം. അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കിയേ, ഇങ്ങോട്ട് നോക്കല്ലേ. മരിക്കുന്നത് വരെ എനിക്ക് 3 നേരം സുഖമായി രുചികരമായ ഭക്ഷണം കഴിച്ച് സുഖമായി ജീവിച്ചു പോകണമെന്ന് മന്ദബുദ്ധികളല്ലാത്ത എല്ലാവരുടെയും മനസ്സിൽ ബോധമായിട്ടുണ്ടാകും. മന്ദബുദ്ധിയൊക്കെ നല്ല സുഖം, ഒരു ബോധം ഉണ്ടാവില്ല. എന്നാൽ എല്ലാ സുഖവും അവർക്കാണ്. മന്ദബുദ്ധികളല്ലാത്ത മിതബുദ്ധിമാന്മാരോ അല്ലെങ്കിൽ അതിബുദ്ധിമാന്മാരോയോ ആളുകളുടെ ഹൃദയത്തിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം ഇവിടെ സുഖമായിട്ട് ജീവിച്ചു പോവുക എന്നതായിരിക്കും. ഒരു മോമിനായ മനുഷ്യന്റെ മനസ്സിൽ ഇവിടെ സുഖമായിട്ട് ജീവിച്ചു പോകുക എന്ന ഒന്ന് ഉണ്ടാകരുത്. അതാ ഇന്നലെ ഇവിടെ അവതരിപ്പിച്ച വിഷയം. ദുനിയാവിന്റെ മൊഞ്ചിൽ മയങ്ങുന്ന മനുഷ്യൻ, ദുനിയാവിൽ സുഖമായി ജീവിച്ചു പോവുക എന്ന ഒരു നീയത്ത് ബുദ്ധിയുള്ള ഒരു മോമിനായ മനുഷ്യന്റെ കൽബിൽ ഇൻഷാ അല്ലാഹ് റബ്ബനാ അത്തിനാ ഫിദ്ദുനിയാ ഹസന, ഓക്കേ, ഈ റബ്ബനാ അത്തിനാ ഫിദ്ദുനിയാ ഹസന, ദുനിയാവിൽ ഹസനത്ത് വേണം എന്ന് പറയുന്നത് ആഖിറത്തിന് വേണ്ടി സഹായിക്കുന്ന ഹസനത്തുകളാണ്. ആഖിറത്തിലേക്ക് പോകാൻ ഇവിടെ ആഫിയത്ത് വേണം, അമൽ ചെയ്യാൻ. ആഖിറം സമ്പന്നമാകാൻ ഇവിടെ കയ്യിൽ പണം വേണം. ആഖിറം സമ്പന്നമാകാൻ ഇവിടെ മനസ്സിന് സമാധാനം വേണം. ഇവിടെ അനുസരിക്കുന്ന ഭാര്യ ഉണ്ടാകണം, അനുസരിക്കുന്ന മക്കൾ ഉണ്ടാകണം. ആഖിറത്തിന് വേണ്ടി ഉണ്ടാകേണ്ട ഹസനത്തല്ലാതെ ആഖിറത്തെ മറന്നുള്ള ഹസനത്ത്, റബ്ബനാ അത്തിനാ ഫിദ്ദുനിയാ ഹസന, ആഖിറം മറന്നുള്ള ഹസനത്ത്, വഫിൽ ആഖിറത്തി ഹസന എന്ന് ഉടനെ തന്നെ അല്ലാഹു പറയുമ്പോ, ഇത് വിശുദ്ധ ഖുർആനല്ലേ, റബ്ബനാ അത്തിനാ ഫിദ്ദുനിയാ ഹസന, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ദുനിയാവിൽ നന്മ തരയണമേ, വഫിൽ ആഖിറത്തി ഹസന, ആഖിറത്തിലും നന്മ തരയണമേ. ദുനിയാവിലും നന്മ, ആഖിറത്തിലും നന്മ എന്ന് പറഞ്ഞാൽ ഇവിടെയും മരിക്കുവോളം നന്മ, ആ നന്മയിലൂടെ ഇൻഷാ അല്ലാഹ് ആഖിറത്തിലും നന്മ. അല്ലാതെ ആഖിറമില്ലാത്തൊരു ദുനിയാവിനെ അല്ലാഹു പരിചയപ്പെടുത്തിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറും ദുനിയാവിനെ കുറിച്ച് പറഞ്ഞേയില്ല, ദുനിയാവിനെ കുറിച്ച് മിണ്ടിയേയില്ല. ദീനാറിന്റെയും ദിർഹമിന്റെയും അടിമയായാൽ, ദുനിയാവിന്റെ അടിമയായാൽ ആ മനുഷ്യൻ നശിച്ചവൻ തന്നെ. റസൂലുള്ളാഹി മനസ്സിന് വെറും ദുനിയാവിലെ സുഖം, ദുനിയാവിലെ സുഖം മുഅ്മിനിന്റെ ഖൽബിൽ ഉണ്ടാവുകയേ ഇല്ല. അതേസമയം
മുശ്രിക്കീങ്ങൾ അല്ലെ, തമ്മാടികൾ, തോന്നിവാസികൾ, അവരെ കുറിച്ച് ഖുർആനിൽ കാണാം. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറദൂ ബിൽ ഹയാത്തിദ് ദുനിയാ വതുമഅന്നു ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ. നമ്മൾ അങ്ങനെയാണ് നോക്കണേ. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ, നമ്മെ കാണാൻ ആഗ്രഹമില്ലാത്തവർ. അല്ലാഹു പറയാണ്, നമ്മെ കാണാൻ ആഗ്രഹമില്ലാത്തവർ. നമ്മുടെ ഇടയിൽ അങ്ങനെ ഉണ്ടോ? എന്നാലോചിക്കട്ടെ. സ്കരിക്കാൻ അള്ളാനെ കാണണമെന്ന താല്പര്യമേ മനസ്സില്ലാത്തവർ, യൗവനം വല്ലാതെ അല്ലെ, കത്തി നിൽക്കുന്ന യൗവനം, ചൂടുള്ള യൗവനം, ചോരത്തിളപ്പുള്ള യൗവനം, ജീവിതത്തിന്റെ നട്ടുച്ച നേരമായ യൗവനം. ഒരു യുവാവോട് ചോദിക്കണം, നിന്റെ മോഹം എന്താണ്? അവൻ പറയും, എനിക്കൊരു മാന്യമായ ജോലി ഉണ്ടാകണം. വേഗത പറയാ. പിന്നെ പെണ്ണ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു നല്ല പെണ്ണിനെ കിട്ടണം, അല്ലെ, നല്ല ഒരു പെണ്ണിനെ കിട്ടണം. രണ്ടാമത്തെ ആഗ്രഹം. 3, റോഡ് സൈഡിൽ ഒരു വീടുണ്ടാകണം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉള്ളിൽ അങ്ങനെ ഉണ്ടാകുക. 4, ഒരു നല്ല വണ്ടി ഉണ്ടാകണം, ഓടാൻ. ഫോർച്യൂണറിന്റെ മേലെ തട വേണ്ട, ഒരു വണ്ടി ഉണ്ടാകണം. ദുനിയാവിന്റെ വേറെന്തെങ്കിലും ആഗ്രഹം ഉണ്ടാവോ? നിന്റെ ആഗ്രഹം എന്താണ്? ഒരു 90 വയസ്സുള്ള ഒരാളോട് നിന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു, അയാൾ പിന്നെയും പറയും ഒരു 30 കൊല്ലം കൂടി ജീവിക്കാനുള്ള. 50 കൊല്ലം എന്ന് പറയുമ്പോൾ അടികിട്ടെന്ന് പഠിച്ചിട്ട് അങ്ങനെ പറയാം. ഒരു 90 വയസ്സുള്ള ആളോട് നിങ്ങൾ ആഗ്രഹം എന്താന്ന് ചോദിച്ചാൽ, ആരെങ്കിലും നമ്മുടെ ഇടയിലൊന്ന് മനസ്സ് തുറന്നിട്ട്, തലങ്കരയിലെ മഹാനായ മാലിക് ഇബ്നു മുഹമ്മദിൽ ഖുറശി തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ ചെന്ന് യാസീൻ ഓതും മുമ്പേ കൽബിലുണ്ടാകണം ഈ യാസീനും ഈ സൂറത്തും. അല്ലാ, നിന്റെ ലിഖാ കാണാനുള്ള ഭാഗ്യം കിട്ടാനാണ്, അല്ലേ? അല്ലാഹുവേ, നിന്റെ ലിഖാ കാണാനുള്ള സൗഭാഗ്യം കിട്ടാൻ ഞാനൊരു യാസീൻ ഓതുന്നു. നമ്മൾ അങ്ങനെ യാസീൻ ഓതാറുണ്ടോ? ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടോ? അങ്ങനെ 100 രൂപ സ്വതക്ക ചെയ്യുമ്പോ ഇൻഷാ അല്ലാഹ് CMA ചട്ടമ്പുഴി മുസ്ലിം അസോസിയേഷന്റെ മേളാണ്. ഇതിനൊരുപാട് ചെലവുണ്ട്. ഈ ചെറുപ്പക്കാരെല്ലാം ഏകദേശം ഫുഖറാക്കളാണ്. അവരെ കണ്ടാലും അവരെ കൂടെ നടന്നാലും അറിയാലോ, സമ്പന്നന്മാരാരും ഈ സംഘടനയിലില്ലെന്ന് എനിക്കറിയാം. ഇൻഷാ അല്ലാഹ് ഈ മേളന്റെ വിജയത്തിന് വേണ്ടി വരുന്ന നിങ്ങൾക്ക് പണം കൊടുക്കാൻ, ഇതിന്റെ എക്സ്പെൻസിന് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ഞാനിതാ സ്വതക്ക ചെയ്യുന്നു. ആഗ്രഹം നിന്നെ കാണാനാണ്, ഒറ്റ ആഗ്രഹം നിന്നെ കാണാനാണ്. അല്ലെ, നിന്നെ കാണുക എന്ന തൗഫീഖ് കിട്ടാൻ ഞാനൊരു 5001 ഉറുപ്പിക കൊടുക്കണം. നമ്മള് സ്വതക്ക ചെയ്യണം. നമ്മൾ ഇൻഷാ അല്ലാഹ് സിയാറത്ത് ചെയ്യുമ്പോൾ കൽബിലുള്ള നിയ്യത്ത്, സ്വതക്ക ചെയ്യുമ്പോൾ കൽബിലുള്ള നിയ്യത്ത്. വീട്ടിൽ നിന്ന് ഖുർആൻ ഓതുമ്പോ, റജബ് മാസമല്ലേ, അവ്വലു ശുഹൂരിൽ ബറക, ബറക്കത്തുള്ള 3 മാസങ്ങളിൽ നിന്ന് ഒന്നാമത്തെ മാസം റജബുൻ ശഹ്റുല്ലാഹ് വശഅബാനു ശഹ്രീ വറമളാനു ശഹ്റു ഉമ്മത്തി റസൂലുള്ളാഹി. 3 ബറക്കത്തുള്ള മാസങ്ങളിൽ നിന്ന് ഒന്നാമത്തെ മാസം. ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ നിങ്ങൾ അൽ ബഖറ മുതൽ ഓതാൻ തുടങ്ങുമോ? ഖത്ം ഓതാൻ തുടങ്ങുമോ? ഓതും മുമ്പ് കൽബിലുണ്ടാകണം ഈ ഖത്ം ഓതുന്നത്. അല്ലാഹുവേ, നിന്നെ കള്ളിന്റെ പുഴയിലുള്ള നീരാട്ടമല്ല, തേനിന്റെ പുഴയിലുള്ള കുളിയല്ല, പാലിന്റെ പുഴയിലുള്ള നീരാട്ടമല്ല, ഉമ്മാമ്പടത്തോപ്പിലുള്ള കളിച്ചിരി തമാശയല്ല, സ്വർഗത്തിലുള്ള മറ്റു സുഖങ്ങളൊന്നും സുഖങ്ങളെയല്ല. ഏറ്റവും വലിയ സുഖം അല്ലാഹുവിന്റെ ലിഖാ. മതബോധം, ധാർമ്മിക ബോധം എന്നൊക്കെ പറയുമ്പോ ചുട്ടുംകുടിയിൽ വേദ കേൾക്കാൻ വന്ന യുവാക്കളെ, ലൈവായിട്ട് ഈ വേദ കേൾക്കുന്ന യുവാക്കളെ, നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലാഹുവിനെ കാണുക എന്നതാകണം. ഹൃദയം നിറയെ അല്ലാഹനെ കാണാനുള്ള താല്പര്യമുണ്ടോ? അവൻ പിന്നെ സുബ്ഹിക്കുറങ്ങില്ല, അവൻ പിന്നെ നിസ്കാരം കളാക്കില്ല, അവൻ പിന്നെ മാതാപിതാക്കളെ വെറുപ്പിക്കില്ല, അവൻ പിന്നെ ഭാര്യയെ തല്ലില്ല. പെണ്ണേ, ഹൃദയം നിറയെ അല്ലാഹനെ കാണാനുള്ള താല്പര്യമുണ്ടോ? പെണ്ണ് പിഴച്ചു പോകില്ല, പെണ്ണ്
വാട്സാപ്പിൽ കയറിയാൽ അന്യ പുരുഷന്മാരുമായി ബോയ് ഫ്രണ്ട്സുമായി ചാറ്റിങ്ങിൽ ഏർപ്പെടില്ല. പടച്ചോനെ കാണാൻ ആഗ്രഹമുള്ള 17കാരനും 17കാരിയും 18കാരനും 20കാരനും പിന്നെ കഞ്ചാവടിക്കില്ല, മദ്യം കഴിക്കില്ല, പലിശ വാങ്ങില്ല. നമ്മുടെ കൽബിലൊന്നും അല്ലാഹനെ കാണാൻ ആഗ്രഹമേ ഇല്ല. എത്ര വേദന വന്നിട്ടുണ്ട്. കാണുന്നെങ്കിൽ കാണുന്ന പഠിച്ചാൽ പൊട്ടും. എന്നാ ഊട്ടി കാണാൻ ആഗ്രഹമുള്ള ഒരുപാട് ആളുണ്ട്. ഒരുത്ത പോയി വന്നപാട് ഇപ്പൊ സമ്മർ സീസണാണ്, വെയില് ചൂട് സീസൺ. നീ പോയി വന്ന നല്ല രസമുണ്ട് കാണാന്. ഫ്ലവർ പിന്നെ ഈ പുഷ്പോത്സവമൊക്കെ ഉസാറുണ്ടോ? ഊട്ടിയുടെ ഗ്രീനറി എങ്ങനെയാ, സീനറി എങ്ങനെയാ? ഊട്ടി, മാട്ടുപ്പെട്ടി, മസനഗുഡി അല്ലേ, കൊറ്റാലം, കൊടൈക്കനാൽ, തൂത്തുക്കുടി എന്നൊക്കെ പറയുമ്പോ കാണാൻ ആഗ്രഹമാണ്, ആസ്വദിക്കാൻ ആഗ്രഹമാ. അതിനുവേണ്ടി 5000-ഉം 10,000-ഉം 25,000-ഉം എന്നാൽ അള്ളാഹനെ കാണാൻ വേണ്ടി 1000 രൂപ സർക്ക ചെയ്യുന്ന പറഞ്ഞാൽ അത് തീർന്നു പോകൂലേ? അള്ളാഹനെ കാണാനുള്ള ആഗ്രഹം ഒന്നിനും മതി. ഇപ്പൊ ഇവിടെ മലക്കുകൾ ഉണ്ടാവുമല്ലോ, സ്വാലിഹ്യങ്ങളായ ജിന്നുകൾ ഉണ്ടാവുമല്ലോ. ഇതുപോലുള്ള സദസ്സിൽ 1000 രൂപ കൊടുത്തിട്ട് അള്ളാഹിന്റെ ലിഖാഹ് കാണാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടാന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ആളൊക്കെ ഇന്നിപ്പോ കീശ പൈസ ഇല്ലെങ്കിൽ നാളെ കൊടുത്താൽ മതി, ഇന്ന് സ്ലിപ്പിൽ എഴുതി തന്നാൽ മതി 1000 രൂപ. അതിന്റെ ഉദാഹരണം പറയാം, 25,000 കൊടുത്തോ, കുഴപ്പമില്ല. പറയൂല, പറയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ അമല് മുഴുവൻ നൂറ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ ചൊല്ലുന്നു ലിഖാഇല്ല. അല്ലാഹനെ അമല് മങ്കാന അല്ലാഹനെ കാണാൻ ഒറ്റ വഴിയുള്ളൂ. ഇന്ന് സൂറത്തുൽ കഹ്ഫ് ഓതി വരില്ലേ? കൈ പൊക്കാൻ പറയണം. വേണ്ടല്ലോ, വേണ്ട. സൂറത്തുൽ കഹ്ഫ് ഓതിയിട്ടുണ്ടാവൂലേ? ഇന്ന് വെള്ളിയാഴ്ച ഇല്ലല്ലോ ഉസ്താദേ, എനിക്ക് ഓർമ്മയില്ല. ജുമയ്ക്ക് പോയിട്ടുണ്ടാവും കള്ളൻ. എന്നാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എവിടെയല്ലോ വെറൂ ആഗ്രഹങ്ങളല്ലേ. ഫോർച്യൂണർ, ബെൻസ് അല്ലെ, പിന്നെ ഇന്നോവ, ഫോർച്യൂണർ, ബെൻസ്, ഐഫോണ് 25,000-ന്റെ പാന്റ്, 30,000-ന്റെ ഷർട്ട് അല്ലെ, റോളക്സിന്റെ വാച്ച്. ഇതന്നെ പഴയ കാലത്ത് പെണ്ണുങ്ങൾക്കായിരുന്നു ഈ ആഗ്രഹം മുഴുവൻ. പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കല, അല്ലാ ഓള വള എനിക്ക് കിട്ടുകയായിരുന്നെങ്കിൽ, ഓള മാല എനിക്ക് കിട്ടുകയായിരുന്നെങ്കിൽ. ഇന്നിപ്പോ ആൺകുട്ടികൾ മുഴുവനും ഓനിട്ട കുപ്പായത്തിന്റെ അല്ലേ ആ മെറ്റീരിയല്, അത് 25,000-ന്റെ മെറ്റീരിയലാണ്. ഓൻ തലയിൽ തേച്ച, ഓന്റെ തലയിലെ മുടി ഉണക്കാൻ വേണ്ടി ഉപയോഗിച്ച സാധനം അല്ലേ, ഓന്റെ മുടിന്റെ ഹെയർ സ്റ്റൈല്. ആൺകുട്ടികളെ നോക്കുകയാണ്. എന്നെപ്പോലെ എനിക്കാകാൻ കഴിയണം. ദ്വാരക്കരനകത്ത് പഠിച്ചോനെ ഒന്നുകിൽ അന്തർമനാജി എന്നെ പോലെ ആക്കണം, അല്ലെങ്കിൽ എന്നെ അന്തർമനാജിനെ പോലെ ആക്കണം. ഒന്നുകിൽ അന്താനാജിനെ എന്നെ പോലെ ആക്കണം, അല്ലെങ്കിൽ എന്നെ അന്താനാജി ആക്കണം. ഇതന്നെ ദ്വാഴ്. ടാറ്റായും ബിർളായും അല്ലെ, ടാറ്റായും ബിർളായും അള്ള പടച്ചു, ഈ പറ്റാസായ എന്നെയും അള്ള പടച്ചു. ടാറ്റായും ബിർളായും അള്ള പടച്ചു, ഈ പറ്റാസായ എന്നെയും അള്ള പടച്ചു. ടാറ്റയെയും ബിർളയെയും കടത്തി വെട്ടി ധാരാളം വലിയ വലിയ പൈസക്കാർ വേറെ ഉണ്ടായി. പഴയ കാലത്ത് പാടിയ ഒരു ഭ്രാന്തം പാടിയ പാട്ടാണ്. കേൾക്കണേ. ഈ ദുനിയാവിൽ ഇനി ഒരു 35-45 വയസ്സുള്ളവൻ എന്താ ചിന്തിക്കുന്നറിയോ? നാട്ടിലുള്ള കുറച്ചൊക്കെ പൈസ ഉള്ളവന്റെ പോലത്തെ ഒരു അവനെ പോലെ ആകുക. കുറച്ചൊരു പൈസക്കാരനുണ്ട്, മുഹമ്മദ് കുഞ്ഞി ഹാജി. അല്ല പോയി, അല്ലാഹു അല്ല മമ്മഞ്ഞാജി. അങ്ങനല്ലേ വെറും ദുനിയാവിന്റെ പളപ്പെന്ന് അല്ലെ. മങ്കാന യർജു ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹാ. മങ്കാന ഇത് ഓതിയിട്ടില്ല, രാവിലെ ഓതിയ മങ്കാന യർജു ലിഖാ റബ്ബിഹി. മങ്കാന യർജു ലിഖാ റബ്ബിഹി. ആരെങ്കിലും അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്താ വേണ്ടേ? ഫല്യഅമൽ അമലൻ സ്വാലിഹാ. അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ. കാരണം ചെയ്യുന്ന ഓരോ അമലും അത് ദിക്റായാലും ദുആയാലും സ്വലാത്തായാലും സ്വതഖയായാലും ചെയ്യാൻ കഴിയുന്ന ഫർളും സുന്നത്തുമായ ഏതേത് അമലായാലും ആ അമല് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ശുദ്ധീകരണമാണ്, തസ്കിയത്താണ്. ഓരോ അമലും നമ്മെ വിമലീകരിക്കുന്നു, ശുദ്ധിയാക്കുന്നു. ശുദ്ധിയായാലാണ് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ മുമ്പിലെത്താൻ കഴിയുക. ശുദ്ധിയില്ലാത്തവൻ അല്ലാഹുവിനെ കാണാൻ കഴിയില്ല.
ശുദ്ധിയില്ലാത്തവൻ അല്ലാഹനെ കാണാൻ കഴിയില്ല. സാമ്പത്തികമായ ശുദ്ധിയില്ലാത്തവന്, ധാർമ്മികമായ ശുദ്ധിയില്ലാത്തവന് അല്ലാഹനെ കാണാനേ കഴിയില്ല. ഓരോ അമലും ചെയ്ത് ഇൻഷാ അല്ലാഹ് ഉള്ളിനെ നാം ശുദ്ധിയാക്കണം. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞില്ലേ, ഖദ് അഫ്ലഹ മൻ തസക്കാ വദക്കറ സ്മ റബ്ബിഹി ഫസല്ലാ. ഒരു സ്ഥലത്ത് അങ്ങനെ, വേറെ ഒരു സ്ഥലത്ത് ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ കദ്ദബത് സമൂദ് ബിതുഗ്വാഹാ. ഖദ് അഫ്ലഹ മൻ സക്കാഹാ, തീർച്ചയായും ആത്മാവിനെ ശുദ്ധിയാക്കിയവർ വിജയിച്ചിരിക്കുന്നു. ഉള്ളു ശുദ്ധിയായാലാണ് അല്ലാഹനെ കണ്ടെത്താൻ കഴിയുക. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. തീർച്ചയായും അല്ലാഹു തആല ശുദ്ധനാണ്. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ, ശുദ്ധിയുള്ളതിനെ അല്ലാതെ അല്ലാഹ് കബൂൽ ചെയ്യില്ല. ചുരുക്കി പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മതബോധം പൂർണ്ണമായി നന്നായി സൽക്കർമ്മങ്ങൾ ചെയ്താൽ കിട്ടുന്ന നേട്ടമാണ് പടച്ചവനെ കണ്ടെത്താൻ കഴിയുക. ഇവിടെ നിന്ന് ഓരോ ദിവസവും ആഗ്രഹിക്കേണ്ട ഒന്നാമത്തെ ആഗ്രഹം ലിഖാഉല്ലാഹിയാണ്. ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് അങ്ങനെ ആഗ്രഹിക്കുന്നവരിൽ പെടുത്തി തരട്ടെ. അല്ലാഹനെ, കാരണം അതാണ് കാഴ്ച. ബുദ്ധിയുള്ള ഒരു കുട്ടി ഉമ്മയെ കാണാതെ ജീവിക്കുകയാണ്. ഉമ്മയെ കാണാൻ ആഗ്രഹിക്കൂലേ? അതാ മതബോധം. അങ്ങനെ കുറെ മതബോധം പറയാൻ പറ്റും. അതാ ഏറ്റവും വലിയ ബോധം. 10 വയസ്സുള്ള കുട്ടിയോട് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം, മോനെ നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇനി അങ്ങോട്ട് അല്ലാഹനെ കാണലാകണം. അന്ന് ഓനെ നന്നായിക്കോളും. ഉമ്മയെ കാണാത്തവനോട് ഉമ്മയെ കാണണമെന്ന് ആഗ്രഹല്ലേ? സ്നേഹമുള്ളവളാണുമ്മ, കാരുണ്യമുള്ളവളാണുമ്മ, ദാനശീലയാണുമ്മ, സൽവൃത്തയാണുമ്മ, പതിവൃതയാണുമ്മ, കാരുണ്യവതിയാണുമ്മ. ഉമ്മയെപ്പോലെ മറ്റൊരു ഉമ്മയില്ല. പറഞ്ഞു ഉമ്മ എന്ന 2 അക്ഷരത്തിൻഡൂക്ക് കേൾക്കണേ, ഉന്നത സുവർഗമായി കാലിൻ ചോട്ടിലേ. അല്ലെ, പലവട്ടം നമ്മൾ പറയലില്ലേ, ഉന്നത സുവർഗമാ കാലിൻ ചോട്ടിലേ. പരിശുദ്ധമായ അല്ലെ സ്വർഗം പോലും അല്ലാഹു തആല സംവിധാനിച്ചതാ ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യുന്നവർക്ക്. നീ ഉമ്മയെ കണ്ടില്ലല്ലോ, ജനിക്കുമ്പോഴേ നിന്റെ ഉമ്മയങ്ങ് മരിച്ചു പോയില്ലേ? നിന്റെ പ്രസവത്തിലല്ലേ നിന്റെ ഉമ്മയങ്ങ് മരിച്ചു പോയത്? പറഞ്ഞ് ആ കുട്ടിയുടെ മനസ്സിൽ നിറയെ ഉമ്മയാണ്. ഇടക്കിടെ പാപ്പ കാട്ടിക്കൊടുക്കും, കടന്നു പോകുന്നത് കാണുന്നില്ലേ? നിന്റെ ഉമ്മയുടെ ക്ലാസ്മേറ്റാണവൾ, നിന്റെ ഉമ്മയുടെ കൂടെ പഠിച്ചവളാണവർ. ഓരോ പെണ്ണിനെ കാണുമ്പോഴും എന്റെ ഉമ്മ അങ്ങനെയാണോ, എന്റെ ഉമ്മ അങ്ങനെയാണോ? മകൻ എങ്ങനെ ചോദിക്കും? 70 വയസ്സ് വരെ ആ മകൻ ജീവിച്ചിരുന്നു. മകന്റെ ഹൃദയം നിറയെ ഉമ്മയാണ്. കാണാത്ത ഉമ്മയെ ഒന്ന് കാണാൻ ബുദ്ധിയുള്ള മക്കൾ കൊതിച്ചു പോകില്ലേ? പാപ്പയെ കാണാൻ, അല്ലേ? കാണാത്ത ഓരോ ആളെയും കാണാൻ ആഗ്രഹിക്കും പോലെ ഒന്ന് ആഗ്രഹിക്കുക. ഇതുവരെ കണ്ടില്ലെങ്കിലും ഉമ്മയെക്കാൾ, പാപ്പയെക്കാൾ, ഭാര്യയെക്കാൾ, മക്കളെക്കാൾ നമ്മോട് കൃപയുള്ള ഒരേ ഒരാളാരാ? അയ്യൂബ് നബി അലൈഹിസ്സലാം ആ വേദന കൊണ്ട് പിടക്കുന്ന നേരത്തും പറഞ്ഞ പോലെ അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റാഹിമീൻ. അല്ലേ, അല്ലാഹനെ കുറിച്ച് എന്താ പറഞ്ഞേ? വേദന കൊണ്ട് പടക്കുക, രോഗത്തിന്റെ കാഠിന്യത്തിൽ, പാരമ്യതയിൽ, രോഗപീഠകളുടെ പ്രയാസങ്ങളേറി കഴിയുമ്പോഴും എന്താ പറഞ്ഞേ? അന്നീ മസ്സനിയൽ ദുർറു, എനിക്ക് ദുരിതം ബാധിച്ചിരിക്കുന്നു അല്ലാ, പക്ഷേ നീ ആരാണ്? അൻത അർഹമുർ റാഹിമീൻ, നീ റഹ്മത്ത് ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും റഹ്മത്ത് ചെയ്യുന്നവനാ. എപ്പോഴും ഓർമ്മ വേണം, കാണാനിരിക്കുന്ന അല്ലാഹുവെ പോലെ നമ്മോട് റഹ്മത്ത് ചെയ്ത വേറൊരാളില്ല. അതെപ്പോഴും എന്റെ കാണാനിരിക്കുന്ന അല്ലാഹ്ക്കാണ് എന്നോട് ഏറ്റവും സ്നേഹം. എനിക്ക് അല്ലാഹനെ ഒന്ന് കാണണം, എനിക്കൊന്ന് അല്ലാഹനെ കാണണം, എനിക്കൊന്ന് അല്ലാഹനെ കാണണം. ഗരീബ് നവാസ് കസല മുമ്പിലുണ്ടവനെ, അതാ ഞാൻ റോഡ് മുന്നിലുള്ള ഇരിക്കുന്ന ആളെ ഇങ്ങോട്ട് വിളിക്കാത്ത. കാറ്റ് കൊണ്ടിട്ട് അവിടെ നിന്ന് വേദക്കാണെങ്കിൽ അവിടെ നിന്ന് കേട്ടോട്ടെ.
മുമ്പിലിരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും, ചേര കളിക്കും പോലെ. ബേക്കിലിട്ട് കൊടുത്ത് ആ ഒഴിഞ്ഞ കസേര മോനെ മോനെ അതൊപ്പി ഒഴിഞ്ഞ കസേര എടുത്തിട്ടെല്ലാം ബേക്കിലിട്ട എല്ലാം എടുത്തോ. ആള് ഉഷാറായിട്ട് ഇരുന്നോട്ടെ. എല്ലാം എടുത്തോ, ഒഴിവുകളെല്ലാം എടുത്തോ. വേഗം എടുക്കണം. നിങ്ങളിങ്ങനെ സബ്ബജ് തുക്ക വാങ്ങഴ തുക്ക എന്നൊക്കെ വാക്കല്ലേ. അതാ ഇവിടെ ഏതാ കസാല? മുമ്പോട്ട് ഇരിക്കാൻ പറഞ്ഞാൽ ഇത് പുതിയ കാലം, ന്യൂ ജനറേഷൻ നിൽക്കൂല, ബേക്കോട്ടെ പോകും. ഇനി ഞാൻ കസാലയും കൂടെ മുമ്പോട്ട് പോയി ഇരിക്കുന്ന ആൾ മുമ്പോട്ട് ആന പറഞ്ഞാലേ കേൾക്കൂ. അതാ ഇപ്പോഴത്തെ പുതിയ ശൈലി. അല്ലാണ്ട് കസാലമെന്ന് മാറിയിരിക്കുന്ന ഇരിക്കൂല. മുമ്പിൽ ഒരു ഒഴിഞ്ഞ കസേര കണ്ടാൽ ഇരിക്കുന്ന കസേര നിങ്ങളുടേതല്ല, ആ ഒഴിഞ്ഞ കസേര ഞങ്ങളെ കസേര. അതിനെ നടുക്ക് ഒഴിഞ്ഞ കസേര വെക്കരുത്, സൈഡിലേക്ക് ആക്കണം ഇരിക്കുന്ന എല്ലാവരും. നടുക്ക് ഒഴിഞ്ഞ കസേര വെക്കരുത്, അല്ലെങ്കിൽ ഓരോ ആളിനും വണ്ടിയറായിട്ട് ഒഴിഞ്ഞ കസേര മാറ്റണം. അപ്പൊ ഒത്തിരിയാ കസേര. അത് ഈ ഭാഗത്തൊന്നും തിരികെ ശ്രദ്ധിക്കാതെ ഞാൻ ഇങ്ങനെ ഈ വണ്ടിയുടെ പണിയെടുക്കൊണ്ടല്ലേ വേദ പറയാൻ വേണ്ട. എന്തെങ്കിലും ഒന്നുകിലും മുമ്പിൽ ഇരിക്കും, ഞാനൊന്നും പറയില്ല. അല്ലെ കസേര നിർത്തിട്ട് കയറി കോട്ടയ്ക്ക് നേരെ പോയിന്റിൽ പോയിട്ട് വീഴുമെങ്കിൽ. ചരിത്രത്തിന്റെ ഇന്നലെകളിലുള്ള എല്ലാ മഹാന്മാരും ആഗ്രഹിച്ചുകൊണ്ടേയിരുന്നു അള്ളാഹുവിനെ കാണാൻ. ശരിക്കും കൂടെ തന്നെ കേൾക്കണേ. അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിച്ചവർ ആരാന്ന്? റജബ് മാസം ലോകത്തോട് വിളിച്ചു പറഞ്ഞ മഹാനായ അല്ലെ, റജബ് മാസത്തിന്റെ എല്ലാ ഐശ്വര്യത്തെയും നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി പറയ്. സുൽത്താനുൽ ഹിന്ദ് കേൾക്കണേ. സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു അല്ലേ, മുമ്പിൽ വരുമ്പോ അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിച്ചവരുടെ എണ്ണം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യയിലാകുമ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല. സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ പാരമ്പര്യത്തിൽ പിറന്ന മഹാനാണ്. ഉമ്മ ഹസനിയാണ്, ഉപ്പ ഹുസൈനിയാണ്. ഗൗസുൽ ആദം അങ്ങനെയല്ല, ഉപ്പ ഹസനിയാണ്, ഉമ്മ ഹുസൈനിയാണ്. ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു നേരെ തിരിച്ചാണ്. ഉമ്മ ഹസനിയാണ്, പാപ്പ ഹുസൈനിയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മകനായ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പാരമ്പര്യത്തിൽപ്പെട്ട ഉപ്പയാണ് മഹാനായ ഖാജയുടെ ഉപ്പ. അതേപോലെ സയ്യിദുനാ സയ്യിദത്തുനാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഉമ്മയാണ് ഖാജയുടെ ഉമ്മ. നല്ല പാരമ്പര്യമാ. ജനിച്ചു വീണ കാലം മുതലേ ഉള്ള ഒറ്റയാഗ്രഹം അല്ലാഹുവിന്റെ ലിഖാ. അതുകൊണ്ട് തന്നെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മനാമിലൂടെ സമ്മതം ചോദിച്ചു. റസൂലുള്ളാഹിന്റെ അനുഗ്രഹം വാങ്ങിയിട്ട് ഇന്ത്യയിലേക്ക് വന്നു. ജീവിച്ച കാലം മുഴുവനും കഠിനാധ്വാനം ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്തു. മഹാൻ വർദ്ധിപ്പിച്ച അമലിൽ നിന്നൊന്ന് ദഅവത്താണ്, മനുഷ്യരെ പ്രബോധനം ചെയ്യലാണ്. ഇതര മതവിശ്വാസികളെ വിശ്വാസത്തിന്റെ തെളിനീർധാരയിലേക്ക്, വിശ്വാസത്തിന്റെ മാധുര്യത്തിലേക്ക് കൊണ്ടുവരലാ. ലോകത്തെ ഒരു വലിയനും നേടാൻ കഴിയാത്ത റിക്കാർഡ് ഖാജയ്ക്ക് സ്വന്തമാണ്. 90 ലക്ഷം അവിശ്വാസികളെ വിശ്വാസത്തിന്റെ സുഗന്ധത്തിലേക്ക് മഹാൻ കൊണ്ടുവന്നു. 90 ലക്ഷം അവിശ്വാസികളെ വിശ്വാസത്തിന്റെ മാധുര്യത്തിലേക്ക് മഹാൻ കൊണ്ടുവന്നു. ഇത് ചെറിയ റിക്കാർഡല്ല. ചില അമ്പിയാക്കൾക്ക് പോലും ഈ റിക്കാർഡിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഓരോ മനുഷ്യനെ മുസ്ലിമാക്കുമ്പോഴുമുള്ള ആഗ്രഹം, അല്ലാ അവന് കൂടി നിന്നെ കാണാൻ കഴിയുമല്ലോ അല്ലാ. മുഅ്മിനീങ്ങളെ ഒന്ന് നന്നായി നാം ഓർമ്മിക്കണേ. ഓരോ ദോഷവും നാം ചെയ്യുമ്പോ, ഓരോ നിസ്കാരവും നാം ഖളാക്കുമ്പോ, ഓരോ ഫർദായ അമലും നാം മുടക്കുമ്പോൾ ആലോചിക്കണേ, റബ്ബിന്റെ ലിഖായിൽ നിന്ന് നാം അകന്നു പോവുകയാണ്. അല്ലാഹനെ കാണുക എന്ന സൗഭാഗ്യത്തിൽ നിന്ന് നാം അകന്നു പോവുകയാണ്.
അള്ളല്ലേ. പഴയ കാലത്ത് പറഞ്ഞ പോലെ പഴയ കാലത്ത് പറയലുണ്ട് ചാട്ടപ്പൻ എന്ത് മഷറാന്ന്. അതേപോലെ നമുക്കിപ്പോ എന്താ അല്ല ഇങ്ങനെ തിന്ന് ജീവിച്ചു പോകണം. തിന്ന് അമൻ റബ്ബുക്ക ഉച്ചക്ക് നല്ലോണം തിന്നു. അമൻ നബിയുക്ക വൈകുന്നേരം ചായ നന്നായിട്ട് ഒരു ഓംലെറ്റ് 2 ഓംലെറ്റ് 4 മുട്ട ഇട്ടിട്ട് 2 ഓംലെറ്റ് അടിച്ചു വൈകുന്നേരം. ഒമാക്ക പിന്നത്തുക്ക രാത്രിയിൽ 12 ചപ്പാത്തിയും 2 പ്ലേറ്റ് ഉച്ചക്കത്തെ ചോറും തിന്നു. ഓ പിരം കൊടല കള്ള നിന്നെ അറക്കണം. ഇതിന്റെ അപ്പുറത്ത് നമുക്ക് എന്ത് ദീനുള്ളത് അല്ലേ? റഹ്മുർറഹീമായ അല്ലാഹുവിന്റെ ലിഖായിൽ നിന്ന് അകറ്റിക്കളയുന്ന തോന്നിവാസങ്ങൾ ബുദ്ധിയുള്ള മോമിൻ പ്രവർത്തിക്കില്ല. കാരണം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ആഗ്രഹിക്കണം. സ്വർഗത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ സ്ഥാനം ഏതാണ്? സലിൽ ഫിർദൗസ്. നീ തേടുന്നെങ്കിൽ ഫിർദൗസിനെ തേടുക. അത് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്വർഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അഅലാഹാ അർശുർ റഹ്മ വഫൗഖഹു അർശുർ റഹ്മാൻ. ഈ ഫിർദൗസിന്റെ നേരെ മേലെ അർശുർ റഹ്മാനാണ്, അല്ലാഹുവിന്റെ അർശാണ്. ഇന്ന ഫിൽ ജന്നതി 100 ദറജ. സ്വർഗ്ഗത്തിൽ 100ഓളം ദറജകളാണ്, 100 ദറജകളാണ്. ഈ 100 ദറജയിൽ വെച്ച് ഏറ്റവും അഅലയായ ഏറ്റവും മേലെയുള്ള സ്വർഗം ഫിർദൗസാണെന്ന് മുഹമ്മദ് മുസ്തഫ പറയും. മുഹമ്മദ് മുസ്തഫ ചോദിച്ചില്ലേ ആ ഫിർദൗസ് എന്ന സ്വർഗം എങ്ങനെയാണെന്ന്? എങ്ങനെയായിരിക്കും ആ സ്വർഗം? പറയാൻ കിട്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ സ്വർഗം എങ്ങനെയെന്ന് ഏറ്റവും താഴ്ന്ന സ്വർഗത്തെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു. അത് ദുനിയാവിലുള്ള ഒരു ഭരണാധികാരിയുടെ, ഒരു വലിയ സമ്പന്നനായ രാജാവിന്റെ സുഖ സൗകര്യങ്ങളുള്ള സ്വർഗത്തിന്റെ 5 ഇരട്ടി. ഇന്നലക മിഥ്ലഹു വമിഥ്ലഹു 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 ഇങ്ങനെ പറഞ്ഞേ. ദുനിയാവിലുള്ള ഒരു രാജാവിന്റെ അല്ലെ ഫെസിലിറ്റി, കൊട്ടാര ഫെസിലിറ്റിയുടെ 5 ഇരട്ടി സൗകര്യമാണ് സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പടിയിലുള്ള സ്വർഗം. അള്ളാഹു നമുക്കൊരു സ്വർഗം, ഏതെങ്കിലും ഒരു സ്വർഗം അള്ളാഹു തരട്ടെ. നരകം തൊടാത്തൊരു സ്വർഗം അള്ളാഹു തരട്ടെ. ഹൃദയം കൊണ്ടാമീൻ പറ. അള്ളാഹു നരകമില്ലാത്ത സ്വർഗം അള്ളാഹു നമുക്ക് തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് നൽകട്ടെ, നമ്മുടെ ഭാര്യ മക്കൾക്ക് നൽകട്ടെ. അള്ളാഹു നൽകട്ടെ, അള്ളാഹു നൽകട്ടെ. അള്ളാഹു ഈ CMA കുട്ടികൾക്കൊക്കെ നൽകട്ടെ. അവരെ സഹായിക്കുന്നവർക്ക് നൽകട്ടെ. അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബ്. ഏറ്റവും ചെറിയ സ്വർഗം അങ്ങനെയാണ്, 5 ഇരട്ടി. ദുനിയാവിലുള്ള രാജാവിന്റെ സൗകര്യത്തിന്റെ 5 ഇരട്ടി. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞ് എന്തൊക്കെ വേണോ അതൊക്കെ കിട്ടുന്ന ഹദീസിലുണ്ട്. ഇവിടെ പോകാൻ സമയമല്ല. ഏറ്റവും മേലുള്ള സ്വർഗം, അതാ പറഞ്ഞ സ്വർഗം ഇങ്ങനെ 1, 2, 3, 4 ഇങ്ങനെ തട്ടായിട്ട് അങ്ങോട്ടാണ്. നരകം താഴോട്ടാണ്. ഖഅറു ജഹന്നം, നരകം അടിയിലോട്ടാണ്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫൽ. കപട വിശ്വാസികൾ ഏറ്റവും താഴ്ന്ന തട്ടിലാണ്. അതിന്റെ താഴെയാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹു നമ്മയും കുടുംബത്തെയും സമുദായത്തെയും പ്രത്യേകിച്ച് മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ മക്കൾ, ഈ സഹോദരിമാരെ, ഭർത്താക്കളെ അല്ലാഹു കാക്കട്ടെ. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ഈ മക്കളെയെല്ലാം, ഈ CMA മക്കളെ, അവരെ സഹായിക്കുന്നവരെ, ഈ മഹലിലുള്ള എല്ലാ ആണ് പെണ്ണുങ്ങളെ അല്ലാഹു കാക്കട്ടെ. ഇവിടെയുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെ അല്ലാഹു തആല കാക്കട്ടെ. അല്ലാഹു കാക്കട്ടെ. ആമീൻ പറയും. മനസ്സുകൊണ്ട് ആമീൻ പറയും, ഹൃദയം കൊണ്ട് ആമീൻ പറയും. അല്ലാഹു കാക്കട്ടെ. ജഹന്നം എന്ന നരകത്തിൽ നിന്ന് അല്ലാഹു നമ്മളെയും കുടുംബത്തെയും കാക്കട്ടെ. അല്ലാഹു കാക്കട്ടെ. നരകം താഴോട്ടാണ്, സഹിക്കാൻ കഴിയില്ല. താഴോട്ട് വീഴാൻ കഴിയോ? സഹിക്കാൻ കഴിയില്ല. സ്വർഗം മേലോട്ടാണ്. അതിലെ ഏറ്റവും മനോഹരമായ ഇടമാണ് ഫിർദൗസ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു അതെങ്ങനെയാണ്? അതെങ്ങനെയാ പറഞ്ഞെന്താ? ലാ ഐനുൻ റാത് വലാ ഉദുനുൻ സമീഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു കണ്ണുകൊണ്ടും കണ്ടിട്ടില്ലാത്ത അത്രമേൽ സൗകര്യങ്ങളുള്ള സ്വർഗം. ഒരു കണ്ണുകൊണ്ടും പറയാൻ കഴിയില്ല അതെങ്ങനെയാണെന്ന്. കണ്ടിട്ടില്ല ഒരു കണ്ണും. അങ്ങനത്തെ സ്വർഗം അത്. വലാ ഉദുനുൻ സമീഅത്. ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത അത്രമേൽ സൗകര്യങ്ങളുള്ള സ്വർഗം. വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു ഹൃദയം കൊണ്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രമേൽ സൗകര്യങ്ങളുള്ള സ്വർഗം. ആലോചിച്ചോക്ക്. ആ സ്വർഗത്തിലെത്തുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൗഭാഗ്യമായ അള്ളാഹുവിന്റെ കാഴ്ച. കാരണം വല്ലാത്ത കാഴ്ചയാണ്. കാരണം ഇന്നല്ലാഹ ജമീൽ. പടച്ച റബ്ബ് വല്ലാത്ത ഭംഗിയുള്ളോനാ. ജമീൽ എന്ന് പറഞ്ഞാല് ഫഈല് വസനാണ്. ഇന്നല്ലാഹ ജമീൽ ഫആലൂന ഔ മിഫ്ആലൂന ഔ ഫഈലു. അല്ലേ, വല്ലാത്ത ഭംഗിയാണ് അല്ലാഹുവിന്. കണ്ടിരുന്നാൽ മതി വരില്ല.
എവിടെയായിരിക്കുന്നത്? പുറകിലിരിക്കുന്ന എല്ലാ സ്ത്രീകളും മുമ്പിൽ കയറിയിരിക്കണം. അങ്ങനെ ഇരിക്കി. ഇരുന്ന സ്ത്രീകളൊന്നും മുമ്പോട്ട് ഇരിക്കൂല മക്കളെ. അവിടെ മറയല്ലേ വെറുതെ. എനിക്കറിയില്ലേ, ബേക്കിരുന്നാൽ ഇങ്ങനെ കാണാലോ. ആ ലൈറ്റ് അവിടെ വെച്ച് വെച്ചാൽ ഭംഗിയായി പോയി. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി പോലെ. എല്ലാവർക്കും ഉണ്ട് അള്ളാഹു ചെയ്തൊരു അനുഗ്രഹം. മശായിഖന്മാരെ കറാമത്താത് ഇത് നമ്മളെ കുടുങ്ങിപ്പോലെ. നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോയാലും എന്നെ കയറ്റുമോ? കാര്യം സംശയം. നിങ്ങളൊക്കെ പോയാലും എന്നെ കയറ്റുമോ? അവിടെ സ്ത്രീകളുടെ ഭാഗത്ത് ലൈറ്റ് വെച്ചിട്ടുണ്ടോ മക്കളെ? അതെന്തിനാ അത് വെച്ചിനെ? അതല്ല അവർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ട്. കുറച്ച് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് ഒന്ന് കയറി തന്നെ ഭാഗത്തേക്ക് അവിടെ എന്റെ ഫോട്ടോ ഉണ്ടല്ലേ. കഷ്ടപ്പാട് ഞാൻ പേടിച്ചു പോയില്ല. ഭദ്രകാരന്റെ മാതിരി ഇങ്ങോട്ട് കയറിയിരുന്ന മുമ്പോട്ട് കയറി. സ്ത്രീകളെ മുമ്പോട്ട് കയറി, മുമ്പോട്ട് കയറി. ഇൻഷാ അല്ലാഹ് ഫിർദൗസ് എന്ന സ്വർഗത്തിൽ ഇങ്ങനെ നിന്ന് അള്ളാഹുവിന്റെ കാഴ്ച ഇങ്ങനെ കണ്ടിരിക്കുമ്പോ മുമ്പിലൂടെ ഹൂറുൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ ഹൂറുൽ ഒരു മനുഷ്യനും പരിഗണിക്കില്ല. കാരണം എന്താ? ഇത് പടച്ചോൻ സൃഷ്ടിച്ച സൃഷ്ടിയുടെ സൗന്ദര്യമാണ്. അത് സൃഷ്ടാവിന്റെ സൗന്ദര്യമാണ്. അള്ളാഹുവിന്റെ ജമാലിയത്തുൽ ഖാലിഖ്, അള്ളാഹുവിന്റെ ഭംഗി അല്ലെ, ജമാലിയത്തുൽ ഖൽഖി സൃഷ്ടികളുടെ ഭംഗി. അള്ളാഹുവിന്റെ ഭംഗിയുടെ അടുക്കലേക്ക് സൃഷ്ടികളുടെ ഭംഗി എത്തില്ല അല്ലെ. നോക്കിയിരിക്കുന്നു ആ മനോഹരമായ കാഴ്ച. ചരിത്രത്തിൽ ഓർമ്മയില്ലേ? മഹാന്മാരാരും ജീവിച്ചത് മുഴുവനും ആ അള്ളാഹുവിനെ കാണുക എന്ന ലക്ഷ്യത്തിലായിരുന്നു. അറിയില്ലേ? ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയും, ബൽഖീലേ ഇബ്രാഹിം അദ്ഹമിൽ റളിയല്ലാഹ് 18 രാജ്യം വിട്ടവർ കരിമ്പിടം പുതച്ചിടുന്നേ. പുതിയ കാലത്തെ യുവതീ-യുവാക്കളെ, നിങ്ങൾക്കുള്ള സാമ്പത്തിക സൗകര്യങ്ങൾ വെച്ച് പൈസ ഉള്ളോനും പൈസ ഇല്ലാത്തവനൊക്കെ കയ്യിൽ സ്മാർട്ട് ഫോൺ വാങ്ങി അതിലെ ലോകോത്തരങ്ങളായ കാഴ്ചകൾ കാണാൻ ഏതെങ്കിലും നെറ്റുമായി ഒരു കണക്ഷനിൽ ഏർപ്പെട്ട് ലോകത്തെ എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ടും വാർത്തകൾ കേട്ടുകൊണ്ടും എൻജോയ് ചെയ്യുന്ന മക്കളെ, നൂറ്റാണ്ടുകൾക്ക് മുണ്ടായിരുന്നു എൻജോയ്മെന്റുകൾ. നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്നു ആസ്വാദനങ്ങൾ. കയ്യിൽ പണമുള്ളവൻ ഏതേതേതേത് തോന്നിവാസങ്ങളും ചെയ്യാനുള്ള സൗകര്യങ്ങൾ അന്നുണ്ടായിരുന്നു. ആ സൗകര്യങ്ങളൊക്കെ നന്നായിട്ട് ആസ്വദിച്ചുകൊണ്ട് ജീവിച്ചു പോയ രാജാക്കന്മാർ ധാരാളം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള രാജാക്കന്മാർക്കിടയിലെ ഒരു വിശ്വാസിയായ മുഅ്മിനായ രാജാവായിരുന്നു ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ആ മഹാനുഭാവന്റെ ഹൃദയത്തിൽ മെല്ലെ മെല്ലെ മന്നം അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം അങ്ങ് രൂഢമൂലമാകാൻ തുടങ്ങിയപ്പോ, റബ്ബിനെ കാണാനുള്ള ആഗ്രഹം അങ്ങ് വർദ്ധിക്കാൻ തുടങ്ങിയപ്പോ ഒരു സുപ്രഭാതത്തിൽ തീരുമാനിച്ചു, ഇനി എനിക്ക് കൊട്ടാരം വേണ്ട, ഭരണം വേണ്ട, സുഖലോലുപനായി ജീവിക്കുന്ന ജീവിതം ഇനി എനിക്ക് വേണ്ട, കൊട്ടാര വിദൂഷകന്മാർ വേണ്ട, തോഴിമാർ വേണ്ട, പല്ലക്ക് വേണ്ട, കിരീടം വേണ്ട, രുചികരമായ ഭക്ഷണം ഇനി എനിക്ക് വേണ്ട. തറക്തുൽ ഖൽഖ തുറം ഫീ റിളക വൈതംതുൽ ഇയാല ലികൈ അറാക. വാക്ക് നോക്ക്, വൈതംതുൽ ഇയാല ലികൈ അറാക. തറക്തുൽ ഖൽഖ, ജനങ്ങളെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു അല്ലാ. എനിക്കിനി ഭരണീയരെ വേണ്ട, ജനങ്ങളെ വേണ്ട, കൂട്ടുകെട്ട് വേണ്ട, ഫ്രണ്ട്ഷിപ്പ് വേണ്ട, ബന്ധങ്ങൾ വേണ്ട. ഒന്ന് മാത്രമേ വേണ്ടൂ, നിന്റെ പൊരുത്തം മാത്രം. തുറം ഫീ റിളക, നിന്റെ പൊരുത്തം ആഗ്രഹിച്ചു ഞാനിതാ സൃഷ്ടികളെ ഉപേക്ഷിക്കുന്നു. വൈത്തം തുല്യാല, കുടുംബത്തെ ഞാൻ അനാഥമാക്കുന്നു അല്ലാ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇനി എനിക്ക് മക്കളെ വേണ്ട, ഭാര്യയെ വേണ്ട. ഇത്
പറയുമ്പോൾ ചില ആൾക്കൊരു സംശയം വരും, അല്ല ഉസ്താദേ, പെണ്ണ് കെട്ടിയാൽ ഓളെ സംരക്ഷിക്കൽ നിർബന്ധമല്ലേ, മക്കളെ സംരക്ഷിക്കൽ നിർബന്ധമല്ലേ, ഭാര്യയും മക്കളെയും ഒഴിവാക്കിയിട്ട് പോകൽ ഒളിച്ചോട്ടമല്ലേ, അപരാധമല്ലേ, അക്രമമല്ലേ, അത് വീഴ്ചയല്ലേ, അത് തെറ്റല്ലേ, ദോഷമല്ലേ? ശരിയാണ്. പക്ഷേ ഭാര്യക്കുള്ള ഹക്കുകൾ വീട്ടിത്തീർത്തു, ഭാര്യയോട് പൊരുത്തപ്പെടിച്ചു, മക്കൾക്ക് വേണ്ട എല്ലാ അവകാശങ്ങളും കൊടുത്തു വിട്ടി, മക്കളെ കൊണ്ട് പൊരുത്തപ്പെടിച്ചു. ഈ ഉപ്പ ഇനി നിങ്ങൾക്ക് ഉപ്പയായിട്ടില്ല, ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിരിക്കുന്നു. ഭാര്യയോടും പൊരുത്തപ്പെടിച്ചു. വിട്ടുപിരിയുന്നത് കൊണ്ട് എന്തെങ്കിലും സങ്കടമുണ്ടോ പെണ്ണെ? സങ്കടമില്ല. കാരണം ഭർത്താവിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം ആ ഭാര്യയ്ക്ക് ബോധ്യപ്പെട്ടു. കുപ്പായമില്ല, തുണിയില്ല, 18 രാജ്യം വിട്ടവർ. നോക്കണം, ഒരു രാജ്യമല്ല, നീണ്ട 18 രാജ്യങ്ങളുടെ കൂട്ടുരാജ്യങ്ങളുടെ ഉത്തരാധികാരിയായിട്ട് പോലും വിട്ടെറിഞ്ഞില്ലേ? കറിയിലെ കറിവേപ്പില പോലെ ഭരണാധികാരം ഉപേക്ഷിച്ചില്ലേ, അവഗണിച്ചില്ലേ? 18 രാജ്യം വിട്ടവർ കരിമ്പിടം പുതച്ചിടുന്നേ. പട്ടിന്റെ തുണിയില്ല, പളപള മിന്നുന്ന പട്ടിന്റെ കുപ്പായമില്ല, കട്ടിക്കമ്പിളി കൊണ്ടുള്ള തുണിയും കുപ്പായവും ഇട്ടില്ലേ, നാട് വിട്ടില്ലേ. ഒറ്റാഗ്രഹമായിരുന്നു, അല്ലാ ഇന്നി ഉരീദു ലിഖാ അല്ലാ. ഒന്ന് പറയും എന്നോടെ, ഇന്നി ഉരീദു. വാത് കഴിയുമ്പോൾ ഈ ചുട്ടുംകുടിയിലെ ചെറുപ്പക്കാര് പറയണം, ഇനി എനിക്ക് കള്ള് വേണ്ട, ഇനി എനിക്ക് കഞ്ചാവ് വേണ്ട, ഇനി എനിക്ക് വാട്സാപ്പിലെയും ഫേസ്ബുക്കിലെയും ഫ്രണ്ട്സുകളായ പെണ്ണു വേണ്ട. പറയും, ഇന്നി ഉരീദു ലിഖാ അല്ലാഹ്. പറയ്, ഇന്നി അർജു ലിഖാ അല്ലാഹ്. പറയോ, ഇന്നി ഉരീദു, അല്ലെങ്കിൽ അർജു പറ, ഇന്നി ഉരീദു ലിഖാ അല്ലാഹ്. ഞാൻ അല്ലാഹുവിന്റെ ലിഖാ ഉദ്ദേശിക്കുന്നു. ഇബ്നു അദ്ഹം കാട് കയറിയില്ലേ? ഭക്ഷണം കിട്ടാതായപ്പോൾ ടെൻഷനില്ല, വിശന്ന് വരഞ്ഞപ്പോൾ പ്രശ്നമില്ല, ചൂട് കൂടിയിട്ട് ആള് തോഴിമാര് നന്നായിട്ട് വിശറി വീതിരുന്ന കൊട്ടാര സേവകന്മാർ വിശറി വീതി രാജാവിന്റെ ചൂട് തണുപ്പിച്ചിരുന്ന വിശറി വീയലിനിയില്ല. കൊടും വേനലും കൊടും തണുപ്പുമൊന്നും ഇബ്നു അദ്ഹമിന് പ്രശ്നമല്ല. കാരണം ആഗ്രഹം അല്ലാഹുവിന്റെ ലിഖാഅാണ്. അങ്ങനെ ജീവിച്ച ആളുകൾ നീ ജില്ലയിൽ എത്രയാ? ഈ കിടക്കുന്ന നെല്ലിക്കുന്നിലെ തങ്ങളുപ്പാപ്പയില്ലേ? കാസർഗോഡ് പട്ടണത്തിലൂടെ നടന്നു, ആളുകൾ ഭ്രാന്തൻ എന്ന് വിളിച്ചില്ലേ? മജ്ദൂബായിരുന്നു, മസ്താനായിരുന്നു. എന്താ ഈ മഹാന്മാർ ഭ്രാന്തന്മാരെ പോലെയായത്? ഹൃദയത്തിൽ വേറെ ആഗ്രഹങ്ങളില്ല, റബ്ബിനെ കാണുക എന്ന ലക്ഷ്യമല്ലാതെ വേറെ ലക്ഷ്യമില്ല. മുഅ്മിനീങ്ങളെ, ഇന്ന് അങ്ങനെയുള്ള മഹാന്മാർ മുമ്പിലില്ല. ഒരു 25 കൊല്ലം മുമ്പ് വരെ അങ്ങനെയുള്ള മഹാന്മാർ, ഏകദേശം 990-95 കാലത്തൊക്കെ കേരളത്തിൽ ഇങ്ങനെയുള്ള മഹാന്മാരുണ്ടായിരുന്നു. വേറെ ആഗ്രഹങ്ങളില്ല, ഒറ്റാഗ്രഹം മാത്രം. എല്ലാരോടും പറയും, എന്റെ കണ്ണൊന്ന് കണ്ണാകണം, ആ കണ്ണുകൊണ്ട് എനിക്ക് എന്റെ അള്ളാഹുവിനെ ഒന്ന് കണ്ടു കിട്ടണം. ആ ആഗ്രഹം മനസ്സിലങ്ങ് കൂടിയപ്പോ ഭ്രാന്ത് പോലെയായി, തുണിയില്ലാതായി, കുപ്പായമില്ലാതായി, കുളിക്കാൻ മറന്നുപോയി. വേങ്ങരയിലെ കോയപ്പാപ്പ, മട്ടന്നൂരിലെ എന്റെ നാട്ടിലുള്ള മർഹൂം പി ഉസ്താദ് അവറുകളുടെ നബ്ബറല്ലാഹു മർഖദഹു മഹാനുഭാവന്റെ ജ്യേഷ്ഠ സഹോദരനായിരുന്ന മുസ്ലിയാർ, വടകര ചെറുവണ്ണൂരിലെ മഹാനായ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ, കോഴിക്കോട്ടെ മടവൂരിലെ മലബാറിന്റെ മകുടമാണിക്യമായി മടവൂർ ജുമുഅത്ത് പള്ളിയുടെ മുറ്റത്ത് അന്തിവിശ്രമം കൊള്ളുന്ന മഹാനായ ശൈഖുനാ സിയം വലിയുല്ലാഹി. ഇവരൊക്കെ ആഗ്രഹിച്ചു പോയ ഒരേ ഒരാഗ്രഹം അല്ലാഹുവിന്റെ ലിഖാഅാണ്. ഇതിന്റെ പേരാണ് മതബോധം. അത് ഉള്ളിലങ്ങ് നടന്നു കിട്ടിയ ഒന്നായി. ആ ബോധം ഉണ്ടായാൽ അതിന്റെ പേര് ധാർമ്മിക ബോധം, ആത്മീയ ബോധം. അതില്ലാതായാൽ, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും വലിയ ആഗ്രഹം. അതിപ്പോഴേ കുട്ടികളൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് കയറ്റി കൊടുക്കണം. സ്വർഗത്തിൽ അല്ലാഹ് അങ്ങനെ കണ്ടിരിക്കുക.
അതുകൊണ്ടല്ലേ ഖുർആനിൽ പറഞ്ഞില്ലേ, ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് എത്ര. ദുനിയാവിലും അല്ല മതി, ആഖിറത്തിലും അല്ല മതി. ഇവിടെ അല്ല മതി, ആഖിറത്തിലും അല്ല മതി. നമ്മൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അവിടെയുള്ളത്, മുജാഹിദും ജമാഅത്തും തബ്ലീഗും പറയുന്നിടത്തല്ല നമ്മളുള്ളത്. നമ്മൾ എവിടെയുള്ളത്? അടിമക്കല്ല മതിയായവനല്ലേ? പറഞ്ഞേ അലൈസല്ലാഹു, പറയ് അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അടിമക്കല്ല മതിയായവനല്ലേ? കാരണം എന്താ? ഇവിടെ അല്ല മതി, ആഖിറത്തിലും അല്ല മതി. നിങ്ങളറിയാം, ഇവിടെ 5 പൈസ കീശയിലില്ലാതെ മരിക്കോളം ജീവിച്ച മഹാന്മാരുണ്ട് കേരളത്തിൽ. പൈസ കിട്ടി, കീശല്ല, ഉള്ളിലും കീശ. ചിലക്കൊക്കെ ഇവിടെ ഇപ്പൊ എനിക്ക് എത്ര കീശ? 2 പള്ളക്ക് കീശ, ഇവിടെ കീശ, 3 കീശ. നിങ്ങളെക്കാളും കീശ എനിക്ക് ജാസ്തിയാണ്. ഇതിലിപ്പോ പൈസ ഇല്ലാണ്ട് വേറെ എന്തുണ്ട് അല്ലേ? ഒറ്റ കീശ കുപ്പായത്തിന് വെച്ചില്ല. ഒരാളും കൈമടക്ക് കൊടുത്ത മഹാനായ ശൈഖുനാ സി.എം. വലിയുള്ളാഹി വാങ്ങൂല. എന്താ വേണ്ട, ഇല്ല. മഹാനായ മട്ടന്നൂരിലെ ഞാൻ പറഞ്ഞില്ലേ, പി ഉസ്താദിന്റെ ജ്യേഷ്ഠ സഹോദരൻ മുഹമ്മദ് മുസ്ലിയാർ വാങ്ങും. ഒറ്റ ഏറാൻ അത് പോകുന്ന ആൾ എടുത്തോണ്ട് പോകും. വേങ്ങരയിലെ കോയപ്പ വാങ്ങാറില്ല, ഇങ്ങോട്ടും മരിക്കോളും. അപ്പൊ ആരെങ്കിലും കൊടുക്കൂല്ലോ ഉസ്താദ്, അത് നമുക്കും തരൂലേ? ഇതിന്റെ അടിമയായില്ല, കീശയുടെ പൈസന്റെ അടിമയായില്ല. അത് അവർക്ക് ആവശ്യമില്ല. അവർക്ക് മരിക്കോൾ അള്ളാനെ വേണം, ദുനിയാവില് കിട്ടി. നമുക്കോ ആ അള്ളാനെ വേണ്ട, പൈസ മതി. ചില ആള് നേരെ മക്കളോട് പറയലില്ലേ, മക്കൾ ഭയങ്കര ഈ കാസർഗോഡ് ഈ ഭാഗത്ത് ഇപ്പൊ എന്റെ കൂടെ നടക്കുന്ന നമ്മുടെ ഖാലിദൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. അള്ളാഹു അവന്റെ അനുജന് സുഖല്ല, അല്ല അവന്റെ അനുജത്തിക്ക് സുഖല്ല, ആശുപത്രിയിലാണ്. അള്ളാഹു പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ശിഫ നൽകി. ഈ എപ്പോഴോടെ കൂടെ നടക്കുന്ന ചില കുട്ടികൾ, തഹജ്ജുദും ഇശ്റാഖൊക്കെ നിസ്കരിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു ഈ ഭാഗത്ത്. ഇപ്പോ കണക്ഷൻ വിട്ടുപോയി. അപ്പൊ ആ കുട്ടികൾ വന്ന് പറയലുണ്ട്, ചിലപ്പോൾ പരാതിയായിട്ട് രാവിലെ ഒരു 4 മണിക്കല്ല എഴുന്നേറ്റാല് ഉസ്താദെ ഭയങ്കര ഉപ്പാന്റെ ചീത്ത, ഉമ്മാന്റെ ചീത്ത. കാരണം എന്താ, ഇവരെ ഉറക്കെ പോയി. ഇവര് പണ്ടേ ഞാൻ പറഞ്ഞില്ലേ, മൻറബുക്ക നല്ലോണം തിന്നു, ഒമൻ നബിയുക്ക നല്ലോണം ഉറങ്ങി ഉസ്താദെ, മമാഖബലത്തുക്ക മംഗലാപുരത്ത് പോയിട്ട് മരിച്ചിട്ട് വന്നു. ഇങ്ങനെ ജീവിക്കുന്ന ധാരാളം ആളില്ല നമ്മുടെ ഇടയില്. തിന്നുക, കുടിക്കുക, ഉറങ്ങുക, മരിക്കുക. നിരീശ്വരവാദി നമ്മൾ തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? ഒരു വ്യത്യാസമില്ല. അവരെക്കാളും തിന്നാണ് നമ്മള്. നമുക്ക് പൊങ്ങൻ നേർച്ച അല്ലെ, കൊണ്ടുപോക്ക്, കൊണ്ടുവരച്ച് അല്ലെ. കുട്ടി ജനിച്ചാലും തീറ്റി, കുട്ടി മരിച്ചാലും തീറ്റി. തീറ്റിയോട് തീറ്റിയല്ലേ? അപ്പോ ഈ ബാപ്പമാര് കുട്ടികളോട് എന്താ പറയുന്നത്? നീ മുസാഫൊന്നും ആകരുത്, വല്ലാണ്ടൊന്നും അമല് ചെയ്യണ്ട, കുറച്ച് മതി, 50-50. വല്ലാണ്ട് ആക്റ്റീവ് ആകാൻ പെടൂല. ആഗ്രഹമില്ല, നോക്കണം. ദുനിയാവിൽ മരിക്കുവോളം ജീവിക്കാൻ എനിക്ക് പണം വേണ്ട. കുറെ മുതലുണ്ടാകലല്ല ഐശ്വര്യം. പിന്നെ ആത്മാവിന്റെ ഐശ്വര്യമാണ് ഐശ്വര്യം. പൈസ വേണമെന്നില്ല, മനസ്സിൽ അങ്ങനത്തെ ഒരു പൈസന്റെ ആഗ്രഹമില്ല. എപ്പോഴും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പൈസ ഒരുപാടുള്ളോൻ, ഞാൻ പറഞ്ഞുതരാം, കോടിക്കണക്കിന് ഉറുപ്പ്യ കീശയിലുള്ളോൻ ഓനിങ്ങനെ പൈസക്ക് ആഗ്രഹിക്കാൻ, ഓൻ ദരിദ്രനാണ്. ഓന്റെ മനസ്സ് ഫക്കീറിന്റെ മനസ്സാണ്. ഒന്നുമില്ലാത്തവനാണ്, 5 പൈസക്ക് ആഗ്രഹമില്ല, ഓൻ ഖനിയാണ്. അങ്ങനില്ല നമ്മുടെ ഇടയിൽ. ഞാൻ പറഞ്ഞുതരാം, ദിവസം ഇന്ന് ഞാൻ 2 പെയിന്റിന് പണിക്ക് വന്ന് 2 ആളെ കണ്ടു കൂട്ടത്തില്. അതേപോലെ തന്നെ മീൻ മാർക്കറ്റ് പണിയെടുക്കുന്ന 1-2 ആൾക്കാർ അതിനെ കണ്ടു. അള്ളാഹു മക്കൾ അവർക്കൊക്കെ അള്ളാഹു ഐശ്വര്യം നൽകി അനുഗ്രഹിക്കട്ടെ. സെയിൽസ്മാൻമാര്, കുട്ടികൾ, അങ്ങനത്തെ കുട്ടികൾ നമ്മുടെ സ്റ്റേജിൽ താഴെ ഉണ്ട്. നോക്കണം, ഒന്നുമില്ല, എനിക്കെന്തെല്ലാം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സില്ലേ, അതാണ് ഫക്കീറിന്റെ മനസ്സ്. അൽഹംദുലില്ലാ റാഹത്താണെന്ന് ആഗ്രഹിക്കുന്ന മനസ്സില്ലേ, അതാണ് ഖനീന്റെ മനസ്സ്. അല്ലാഹു ഖനീ എന്ന് പറഞ്ഞ വലിയ മുതലാളി. നമ്മളിപ്പോ എന്താ പറയാന്നറിയോ? ആ അന്തർമാൻ അങ്ങനെ ഉണ്ട്. ഇപ്പോ നല്ല റാഹത്ത് ഉസ്താദ്, 3 ഷോപ്പുണ്ട് നാട്ടിൽ, 3-4 ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, എല്ലാം കൂടി അൽഹംദുലില്ലാ റാഹത്താണ്. നീ പറയല്ലേ അൽഹംദുലില്ലാന്ന്? അവനോട് ചോദിച്ചോക്കിയേ, അന്തർമാനോട്. ഭയങ്കര ടെൻഷൻ അവസ്ഥ, ടൈറ്റ്. 5 ലക്ഷം കിട്ടാനുണ്ട്, അതവിടെ ബ്ലോക്ക് ആയിട്ടുള്ളത്. 2 ലക്ഷം കൊടുക്കാനുണ്ട്, അതും ബ്ലോക്ക് ആയിട്ടുള്ളത്. ഓന്റെ മനസ്സ് ആ റോഡ് സൈഡിൽ ഇങ്ങനെ തരുമെന്ന് ചോദിക്കുന്നില്ലേ, ഓന്റെ മനസ്സാണ്. നീ വെറുതെ അൽഹംദുലില്ലാ പറയാണ്. അതേ സമയത്ത് ആ മൂസാൻ എങ്ങനെ ഉണ്ടോ? ഇപ്പോ മൂസ ഭയങ്കര വിഷമത്തിലെ അവസ്ഥ. എന്താ
വൈകുന്നേരം വരെ പണിയെടുത്താൽ തന്നെ ഓൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ 3-4 പണിയാണ്. ഫുൾ എല്ലാ ദിവസവും പണിയില്ല. അതെല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഓനിക്കിപ്പോൾ 4 മണിക്ക് ടോട്ടൽ 2000 റുപ്യ കിട്ടുക. ഓനിക്കാണെങ്കിൽ വാടക കോട്ടേഴ്സിലെ താമസം എല്ലാം കൂടി വിഷമത്തിലാണ്, ആകെ ബേജാറിലാണ്. മോസാൻ്റെ അടുത്ത് പോയിട്ട് അല്ല മോസാനെ ഇതിനെ കുറിച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ ഭയങ്കര ബേജാറ്. ഒരു ബേജാറില്ല ഉസ്താദേ, അൽഹംദുലില്ലാ. വാടകയെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാകുന്ന പൈസ കൊണ്ട് 1 റുപ്യ കടല്ലാതെ ജീവിച്ചു പോവാണ്. അപ്പുറത്ത് ഇപ്പുറത്തുള്ള വാടക താമസം, ആ വലിയ പാർപ്പിന്റെ പുറത്ത് താമസിക്കുന്ന പുറത്ത് ഇന്നോവ നിർത്തിയിട്ടുണ്ട്. എല്ലാ സൗകര്യമുള്ള പുരക്കാരനാണ്. 25 ലക്ഷം കടാണ്. അപ്പുറത്ത് കാണുന്ന വലിയ പുരയില്ല, അത് ഞാൻ തന്നെ പണയം വെച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ. ഞാൻ നല്ല നോക്കണം. ഇതാണ് ഈ തുണിയും കുപ്പായൊന്നും അല്ലടോ. നോക്കട്ടെ, ഐശ്വര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ലേതാ ഒന്നും ആഗ്രഹിക്കാതിരിക്കുക. നിന്റെ പൊരുത്തത്തിന് പുറമേ ദുനിയാവിൽ എനിക്ക് വേറെ ആഗ്രഹങ്ങളേ ഇല്ല. സൂഫിയാക്കളും സാഹിദീങ്ങളുമായ ചരിത്രത്തിന്റെ ഇന്നലെകളിലെ മഹാന്മാരാരും പണത്തെ ആഗ്രഹിച്ചില്ല. പിന്നെ അവരെന്താ ആഗ്രഹിച്ചേ? യർജൂന റഹ്മത്തല്ലാഹ്. ഇവിടെ ജീവിക്കുമ്പോൾ ഓരോ ദിവസവും അവർ അല്ലാഹുവിന്റെ റഹ്മത്തിനെ ആഗ്രഹിച്ചു. അത് കിട്ടണമെന്ന് മോഹിച്ചു, അത് കിട്ടാൻ വേണ്ടി അധ്വാനിച്ചു, അതിനു വേണ്ടി കഷ്ടപ്പെട്ടു. ഞാനീ പറഞ്ഞ മഹാന്മാരൊക്കെ അങ്ങനെ ജീവിച്ചു പോയേ. അവനാഗ്രഹിച്ചു ഇവിടെയും അല്ലാഹുവേ എനിക്ക് നിന്റെ പൊരുത്തം വേണം. ഇൻഷാ അല്ലാഹ് ആഖിറത്തിലെത്തിയാൽ നിന്നെ എനിക്ക് കണ്ടുമുട്ടണം. അപ്പൊ നോക്കിയട്ടെ, നമ്മൾ നോമ്പ് വരാൻ പോവാണ്. റജബിലും ഷഅബാനിലും ഒക്കെ സുന്നത്ത് നോമ്പോട് വർദ്ധിപ്പിക്കേണ്ട മാസവും വരാനിരിക്കുന്ന റമളാൻ മാസമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇത് നമ്മുടെ സാധ്യതയാണല്ലോ. എത്ര വയസ്സായി പോയാ അപ്പൊ നോക്കണം, കേൾക്കണേ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. കേൾക്കണേ, കേൾക്ക്. അപ്പൊ കേൾക്കണേ, ഇത് ഞാൻ പറഞ്ഞേ. പിന്നെ സായദിന് നേരത്തെ പരിചയമുണ്ട്, ഇത്ര വയസ്സായിട്ട് കണ്ടിട്ടില്ല. വയസ്സായിട്ടില്ല, മരിച്ചു പോയതാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അത് സാധുവായ മനുഷ്യനാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് ത്വഅത്തിലായി നൽകി അനുഗ്രഹിക്കട്ടെ. കേൾക്കണേ, അത് കേൾക്കണേ. പിന്നെ നമ്മൾ ഈ ഐശ്വര്യം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് മനസ്സിന്റെ ഒരു തൃപ്തിയാണ്. അവിടെ നിൽക്കണം, ഉറച്ചു നിൽക്കുക. ഇതിങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് മാന്തിക്കൊണ്ടിരിക്കുക. ഇമ്പ്രൂവ് ആകുന്നില്ല ഉസ്താദേ. നമ്മൾ ഈ അല്ലെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ പറയുന്ന ഒരു വാക്കാണ് ഇമ്പ്രൂവ് ആകുന്നില്ല. ഇനി അമ്പ്രൂവ് ആയിട്ട് വേണ്ട ഇമ്പ്രൂവ് ആകാൻ. ഉണ്ടോക്കണം, ഇമ്പ്രൂവ് ആകുന്നില്ല അല്ലേ? ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലായും പറയാം ഇമ്പ്രൂവ് ആയിന്ന്. ഇങ്ങോട്ടൊക്കെ അത് പറയുമ്പോൾ തലയോ അറിയുന്ന എല്ലായും പറയാ ഇമ്പ്രൂവ് ആയെന്നില്ലടോ, അറിയില്ല. നിന്റെ കൂടെ അള്ളാഹുവിന്റെ ഇള വന്ന് നിന്നാലില്ലേ, അതാണ് ഇമ്പ്രൂവ്മെന്റ്. അതാ പുരോഗതി. അത് എത്ര വേദ പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു 100 എന്നെ പോലെ തലക്കെട്ടിയാലോട് ഈ വേദ പറഞ്ഞാല് ആ തലക്കെട്ടിയാളെല്ലാം കൂടി ഏതോ കള്ളത്തിരീക്കത്തിന്റെ കൊടുക്കുകൊണ്ട് അങ്ങനെയാണല്ലോ. ഇപ്പൊ ഇവിടെയൊക്കെ ഹോസലും കുത്തുബുല്ലൊക്കെ വരില്ലേ കസലോട്ടൊക്കെ കുതിരപ്പുറത്തിനും കയറിയിട്ട് നോക്കണം. അതൊന്നുമല്ല. നമ്മൾ ഒരു തരീക്കത്തിന്റെ, ഒരു കള്ളത്തരീക്കത്തിന്റെ പുറകിലും പോകണ്ട, ഒരു ബിദ്അത്തുൽ ദലാലത്തിന്റെ വഴിയിലും പോകണ്ട. നമ്മൾ ഹഖായ അഹ്ലു സുന്നയുടെ വഴിയിൽ നിന്നാൽ മതി. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ലൈസൽ ഗിനാ അൻ കഥറത്തിൽ അർളി, കുറെ മുതലുണ്ടാകലല്ല. അങ്ങനെ ആഗ്രഹിക്കല്ലേ, മരിക്കൂ. അതല്ലേ ഹദീസിൽ കാണാലോ, തഅകുലൂന മിമ്മാ അലേ വതജ്മഊന മിമ്മാ തഅകുലൂ വതജ്മഊന മാലാ തഅകുലൂൻ വതബ്നൂന മാലാ തസ്കുനൂൻ. നിങ്ങൾ അല്ലേ നിങ്ങൾ താമസിക്കാത്ത വീടാണ് നിങ്ങൾ നിർമ്മിക്കുന്നത്. പിന്നെ നിങ്ങൾ തിന്നാത്ത മുതലാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നത്. കുറെ മുതലുണ്ടാക്കിയിട്ട് ബാങ്കിൽ അക്കൗണ്ട് ഇട്ടിട്ടുണ്ട്, 25 ലക്ഷവും 50 ലക്ഷവും. നീ ആ 25-ൽ നിന്ന് 50-ൽ നിന്ന് തിന്നു തീർത്തത് 1 ലക്ഷം, 1.25 2 ലക്ഷമാ. ബാക്കിയുള്ളത് ബാങ്കിൽ അങ്ങനെ ബാലൻസാ. ബാങ്ക്
ബാങ്കിലിട്ട പണം നിന്റേതല്ല. പറയാൻ കഴിയോ? ബാങ്കിലിട്ട പണം നിന്റേതല്ല. നീ എന്റേതെന്ന് പറഞ്ഞിട്ട് എന്ത് ഗുണമാ? അത് നിനക്ക് എൻജോയ് ചെയ്യാൻ കഴിയില്ല. നിനക്ക് കുറെ പറമ്പുണ്ട്, ആദൂരിൽ തോട്ടമുണ്ട്, പള്ളങ്കോട് തോട്ടമുണ്ട്, സുള്ളിയിൽ നിനക്ക് റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്, അതേപോലെ അങ്ങ് നമ്മുടെ നടുപ്പതവിലോ അല്ലെങ്കിൽ മഞ്ഞനാടിയിലോ അവിടെയുള്ള ഏതോ മെഡിക്കൽ കോളേജിന്റെ അടുക്കൽ നിനക്കൊരു 10-15 വാടക ക്വാർട്ടേഴ്സ് ഉണ്ട്. സ്റ്റുഡൻസുകൾ മാസാമാസം അവിടെ താമസിക്കുന്ന കോളേജുകളിലുള്ള വിദ്യാർത്ഥികൾ അതിന് റെന്റ് എടുത്ത് മാസാമാസം 50,000 രൂപ നിനക്ക് തരാറുണ്ട്. ആ 50,000 രൂപ നീ നേരെ കൊണ്ടുപോയിട്ട് SBIയിലോ അല്ലെങ്കിൽ SBTയിലോ നീ അക്കൗണ്ട് ചെയ്യാറുണ്ട്. മോനെ, ഉള്ള പണം മുഴുവനും നിന്റേതെന്ന് പറയാൻ കഴിയില്ല. യഖൂലു ഇബ്നു ആദം മാലി മാലി. മനുഷ്യൻ പറയുന്നു എന്റെ മുതലേ എന്റെ മുതലേ എന്ന്. എവിടെയാടാ ഹല്ലക ഇബ്നു ആദം മിമ്മാലിക ഇല്ലാ മാ അകൽത ഫഅഫനൈത. അല്ല മനുഷ്യ, നിനക്ക് എവിടെയാ മുതലുള്ളത്? ഒന്നുകിൽ നീ തിന്ന് തീർത്തത്, നിന്റെ ഉള്ളിലേക്ക് നീ ചാമ്പി, നീ നമ്മുടെ കണ്ണങ്ങാട്ട് പറയല് ഞണ്ണിന്നാണ്. നീ ഞണ്ണിയത്, നീ തിന്നത് നിന്റേതാണ്. ഉള്ളിലേക്ക് ഭക്ഷണമായിട്ട് പോയത് നിന്റേതാണ്. അല്ലെങ്കിലോ നീ ധരിച്ചു നശിപ്പിച്ചതും നിന്റേതാണ്. ഒന്നുകിൽ നീ തിന്നു തീർക്കണം. നീ ആഭരണങ്ങളായിട്ടിട്ടത് പെണ്ണേ, നീ ആഭരണങ്ങളായിട്ടിട്ടത് നിന്റെ മുതലല്ല, നിന്റേതല്ലടോ. അത് ഇട്ടത് കൊണ്ടത് കൊണ്ടാണല്ലേ. അത് നീ വിഴുങ്ങണം. അത് വിഴുങ്ങിയാ ഓക്കെ, നിന്റേതാണ്. നീ ഇട്ടത് കൊണ്ടായില്ല, അത് പുറത്തല്ലേ ഉള്ളത്. ലഭിസ്തയിൽ ഉൾപ്പെടുത്താം. അത് ഇട്ടിട്ട് നുരുമ്പായി പോണം. അത് സ്വർണ്ണാകുമ്പോ നുരുമ്പാകൂലല്ലോ, ഡ്രസ്സാകുമ്പോഴാണ് നുരുമ്പായി പോവുക. നീ ധരിച്ചു നശിപ്പിച്ചതും നിന്റേതാണ്. എന്റേതെന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ എന്റെ പ്രായമുള്ള മോഹിനിങ്ങളെ വയൽ കഴിയോൾ ഇന്ന് വയൽ കേൾക്കണേ. ഇടയിൽ മുങ്ങല്ലേ, നമുക്ക് ഒന്നിച്ചു മുങ്ങാം. അവസാനം എഴുന്നേറ്റോട് ഒന്നിച്ചു പോകാം. അല്ലാണ്ട് ഇടക്ക് മുങ്ങരുത്, അത് വലിയ അനർത്ഥം സൃഷ്ടിക്കും. ഇൽമിന്റെ അഹലുകാരുടെ കൂട്ടത്തിൽ ഒരുപാട് മലക്കുകളും ജിന്നുകളൊക്കെ ഉണ്ടാവും. ഫുള്ളിരുന്ന് കേട്ടിട്ട് ഒന്നിച്ചു മുങ്ങാം. ഇടയിൽ മുങ്ങല്ലേ. അതിൽ ഒരു വയലിന്റെ ഏറ്റവും വലിയ അഭംഗി ഈ ഇടക്ക് എഴുന്നേറ്റ് പോയി കളയലാണ്. അല്ല ദയവ് ചെയ്തിട്ട് അവർ ഒരൊറ്റ ദിവസം വയലേക്കാൻ വരരുത്. ഒന്നുകിൽ നീ ധരിച്ചു നശിപ്പിച്ചതും നിന്റേതാണ്. അത് ഇട്ടുകൊടുത്തിട്ട് തീർത്താല് നമ്മുടെ എന്ന് പറയാം. അവല്ലെങ്കിൽ സ്വതക്ക ചെയ്ത് തീർത്തതും നിന്റേതാണ്. നോക്കണം, ഇതാണ് മുതലിൽ നിന്ന് നമ്മുടേത്. സ്വതക്ക ചെയ്താൽ ഇൻഷാ അല്ലാഹ് അതെല്ലാ കാലത്തും അതിന്റെ ആഖിറത്തിൽ സ്വർഗത്തിലെത്തിയാലും അതിന്റെ സുഖം ഇങ്ങനെ കിട്ടുമെന്നല്ലേ അല്ലേ? സ്വർഗത്തിലെത്തിയാലും അതിന്റെ ക്രെഡിറ്റ് കൊടുത്തതിനനുസരിച്ചിട്ട് ഇങ്ങനെ അനുഭവിക്കാലോ, തീരൂല. മുഅ്മിനീങ്ങളെ, അതേ സമയത്തോ ഉള്ള കാലം മുഴുവനും നീ അല്ലാഹുവിനെ കൂട്ടി നടന്ന മുതൽ എത്രയേ ഉള്ളൂ നമുക്ക്. അതേ സമയത്തുള്ള കാലം മുഴുവനും നീ അല്ലാഹുവിന്റെ കൂടെ നടന്നാൽ, നീ നിസ്കരിച്ചാൽ, നീ ദിക്ർ ചൊല്ലിയാൽ, നീ ഖുർആൻ ഓതിയാൽ, ഇവിടെ നീ മരിക്കുവോളം അല്ലാഹുവിന്റെ റൂട്ടിൽ നിന്നാൽ, ഇന്നഹ്സൻതും അഹ്സൻതും ലിയൻഫുസികും, ഇന്നഹ്സൻതും അഹ്സൻതും ലിയൻഫുസികും വഇന്നസതും ഫലഹാ. നീ നന്മ ചെയ്താൽ അതിന്റെ സുഖം മുഴുവനും നിനക്ക് തന്നെയാണ്. ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, എടുത്ത സൽക്കർമ്മത്തിന്റെ കൂലി മുഴുവനും ഇൻഷാ അല്ലാഹ് ഈ തടിക്ക് തന്നെ സുഖമായിട്ട് കിട്ടും. അതാ പറഞ്ഞേ, അള്ളാനെ മാത്രം ഒന്നിച്ചു കൂട്ടുക. എന്നാൽ അള്ളാന്റെ കൂടെ നിൽക്കുമ്പോൾ കിട്ടുന്ന സുഖം മുഴുവനും ഈ തടിക്ക് അനുഭവിക്കാൻ കഴിയും. സ്കരിച്ചും ദിക്ർ ചൊല്ലിയും ഖുർആൻ ഓതിയും ഹറാമിനെ മാറ്റി നിർത്തിയിട്ട് സൽക്കർമ്മങ്ങളുടെ ഭാഗത്ത് മാത്രം ഉറച്ചു നിന്നിട്ട് പോയാ പടച്ചോനിൽ നിന്ന് കിട്ടുന്ന കൂലി ഈ തടിക്ക് എപ്പോഴും അനുഭവിക്കാൻ കഴിയും. പൈസ കൊണ്ട് അങ്ങനെ അനുഭവിക്കാൻ കഴിയില്ല. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ടും നിങ്ങളുടെ മുങ്ങല്ലേ, ഇങ്ങോട്ടും. ഇപ്പൊ ഒരാളും കൂടി മുങ്ങി. നീ മുങ്ങിക്കൊണ്ടെന്ന് എനിക്ക് നല്ല സുഖ, ഞാനും മുങ്ങും. ഞാൻ പറഞ്ഞ ശേഷം ഒരാളും കൂടി മുങ്ങി. മുങ്ങാനായിട്ട് വരുന്ന മനുഷ്യന്മാരുണ്ട്, മുങ്ങൽ വിദഗ്ധന്മാര്. ഞാൻ പറഞ്ഞ ശേഷം ഒരാളും കൂടി മുങ്ങി. കേൾക്കണേ, പോകുന്നാളോട് പോണ്ടെന്നും പറയില്ല. ആ പോകുന്നാളോട് വലിയ ഇഷ്ട, ലാസ്റ്റ് എനിക്കും പോകാലോ. നോക്കണം. പറഞ്ഞു വരുന്നത് വിഷയം,
അമല് ചെയ്താൽ അതിന്റെ കൂലി ഇൻഷാ അല്ലാഹ് തടിക്ക് കിട്ടും. ദുനിയാവിലും അള്ളാന്റെ കൂടെ നിൽക്കണം. ഇൻഷാ അല്ലാഹ് ആഖിറത്തിലാകുമ്പോൾ അവിടെയും നാം അള്ളാന്റെ കൂടെയാകണം. അങ്ങനെ ആകണം. ഇവിടെയും നാം അള്ളാന്റെ കൂടെയാകണം. ഇൻഷാ അല്ലാഹ് ആഖിറത്തിലും നാം അള്ളാന്റെ കൂടെയാകണം. ഇവിടെ അള്ളാഹ് മതി എന്ന ഉറപ്പിൽ നാം ജീവിക്കണം. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു. അടിമക്കല്ല മതിയായവനൽ പറയണം. അല്ലാഹു അല്ലേ കാഫി, അല്ലാഹു കാഫി, അല്ലാഹ് എനിക്ക് മതിയായവനാണ്. അല്ലാഹു ഹസ്ബി, ഹസ്ബി അല്ലാഹു. നോക്കണം, ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ. സഹീഹുൽ ബുഖാരിയിൽ കാണാം, ഖുർആനിലും കാണാമല്ലോ ആ വിഷയം. അഗ്നികുണ്ഡത്തിലേക്ക്, കത്തിക്കാളുന്ന അഗ്നികുണ്ഡത്തിലേക്ക് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീഴാൻ പോകുന്ന നേരം തീനാളങ്ങൾ നക്കി തുടച്ചാൽ നിമിഷ നേരം വേണ്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചാരമാകാൻ, വെണ്ണീരാകാൻ അഗ്നികുണ്ഡത്തിലേക്ക് വീഴാൻ പോകുന്നതിന്റെ തൊട്ടു മുമ്പ് മഹാനുഭാവന്റെ വായിൽ വന്ന വാക്ക് ചൊല്ല്, ഹസ്ബി അല്ലാഹു. ചൊല്ല്, ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ. എനിക്കെന്റെ അല്ലാഹു മതിയായവനാണ്. വനിഅമൽ വകീൽ, അവനെല്ലാം ഏൽപ്പിക്കാൻ അനുയോജ്യനാണ്, തരപ്പെട്ടവനാണ്. ഈ വാക്കങ്ങ് പറഞ്ഞു കഴിയവേ അല്ലാഹു തആല തീയെ വിളിച്ചിട്ട് പറഞ്ഞു, യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. തീയേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മേൽ നീ തണുപ്പും രക്ഷയുമാകണം. തീയേ, തീയുടെ ചൂട് നഷ്ടപ്പെട്ടു. തീക്ക് ഒരേ സമയം തണുപ്പും രക്ഷയുമായി ഒരു എയർകൂൾ സംവിധാനം തീയിലുണ്ടായി. ദിവസങ്ങളോളം ആ അഗ്നികുണ്ഡത്തിൽ സ്വർഗീയ ഭക്ഷണം കഴിച്ച് സ്വർഗീയ വെള്ളം കുടിച്ചുമാൻ ജീവിച്ചില്ലേ? കാരണം മനസ്സിലുള്ള നീയത്ത് പൂർണ്ണമായപ്പോഴാണ്. അഗ്നികുണ്ഡം വിഷയമല്ല. എന്ത് സുഖമായാലും എന്ത് ദുഃഖമായാലും എനിക്കെന്റെ അള്ള മതിയായവനാണ്. പ്രതിരോധം തീർക്കാൻ, തീയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് മതിയായവൻ എന്റെ റബ്ബുൽ ഇസ്സത്താ. ഉറപ്പ് കൽബിലുണ്ടായപ്പോ തീയായില്ല. അല്ലാഹു നമ്മുടെ കൽബിലും അങ്ങനെ ഒരു ഉറപ്പ് തരട്ടെ. ആമീൻ പറയും. ഇവിടെ മരിക്കോളം നമുക്ക് അള്ള വേണം. നാളെ ആഖിർ, നിങ്ങൾ അറിയോ, ചരിത്രത്തിലെ മഹാന്മാരിൽ ഒരുപാട് പേര് സ്വർഗത്തെ ആഗ്രഹിച്ചില്ല. ആഗ്രഹിക്കണല്ലോ, ആഗ്രഹിച്ച കുഴപ്പമില്ലല്ലോ, അല്ലേ? ആഗ്രഹിച്ച കുഴപ്പമില്ലല്ലോ. മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, അല്ലേ? കൂലി ആഗ്രഹിച്ചാൽ ആഗ്രഹിച്ചിട്ട് നോമ്പ് നോക്കണം. സ്വർഗത്തിലെത്തിയാലല്ലേ ലിഖാവും സാധ്യമാകുക. എന്നിട്ട് റാബിയത്തുൽ അദവിയെ പോലെ ചൊല്ലി റളിയല്ലാഹു അൻഹ പറയ് റാബിയത്തുൽ അദവിയെ പോലെ, നഫീസത്തുൽ മിസ്രിയെ പോലെ, മൈമൂനത്തുൽ ബസരിയെ പോലെ, അല്ലേ? ഇബ്നു അദ്ഹമിനെ പോലെ, മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തുടങ്ങിയുള്ള ചരിത്രത്തിലെ മഹാരഥന്മാര്, അഖ്താബ്, അഗയാസ്, നുജബാഹ്, അല്ലെ, അബുദാലിങ്ങൾ അടക്കമുള്ള കഴിഞ്ഞ കാലങ്ങളിലുള്ള മഹാന്മാരിൽ ഒരുപാട് ആള് സ്വർഗം വേണ്ട പടച്ചോനെ, എനിക്ക് അള്ളാനെ മതി, അല്ലെ, നിന്നെ മതി, നീ തരുന്ന കൂലി വേണ്ട, അല്ലെ? ബാപ്പ രാവിലെ പോകുമ്പോ കുട്ടികളോട് ഏൽപ്പിച്ചു തെങ്ങിനൊക്കെ വെള്ളടിക്കണം, ചൂടുകാലല്ലേ, 2 മക്കളുള്ള, വൈകുന്നേരം വരെ വെള്ളടിച്ച നിനക്ക് ഞാൻ 500 റുപ്യ തരാം. 2 കുട്ടികളിൽ നിന്ന് ഒരുത്തൻ എന്ത് ചെയ്യുന്നറിയോ, 500 റുപ്യ. വെള്ളം ഇങ്ങനെ അടിക്കുമ്പോ മനസ്സിലുള്ളത് 500 റുപ്യാണ്. ഓനുണ്ടല്ലോ, ഓനിങ്ങനെ ഓനിക്ക് നിശ്ചയിച്ചു കൊടുത്തു, ഏകദേശം 1 ഏക്കർ സ്ഥലമാണ്, 1 ഏക്കർ 50 സെന്റ് ഭാഗം കാണിച്ചു കൊടുത്തു, പറഞ്ഞു ഈ ഭാഗം നീ വെള്ളടിക്കണം, ഈ ഭാഗം നീ വെള്ളടിക്കണം. ഈ 500 റുപ്യ നിശ്ചയിച്ചോണ്ടല്ലോ ഈ പൈപ്പ് എടുത്തിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ സ്പ്രേ അടിച്ചു എന്നല്ലാതെ വേണ്ട പോലെ വെള്ളം നനച്ചില്ല. കാരണം എന്താ, ഉള്ളിലെടുത്ത് 500 റുപ്യ. പാപ്പാക്ക് ഇനി അധികം നനച്ചാലും നനച്ചില്ലെങ്കിലും നനച്ചതായിട്ട് കണ്ടാ മതി, 500 കിട്ടും. മറ്റേ മോനിക്ക് 500 വേണ്ട, പാപ്പ 500 റുപ്യ തന്നാ വാങ്ങൂല. മോനിക്ക് എന്താ വേണ്ടെന്നറിയോ, മോനിക്ക് ഉപ്പാന്റെ പൊരുത്താ വേണ്ടത്. ഓ നന്നായിട്ട് വെള്ളടിച്ചു മുട്ടക്ക്, ഓ നന്നായിട്ട്. നമ്മുടെ ഇടയിൽ നോക്കണം, അള്ളാനെ ആഗ്രഹിച്ചിട്ട് അമല് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആത്മാർത്ഥത എന്താണെന്നറിയോ, ലില്ലാഹി ഇന്ന സ്വലാത്തി പറയ്, ഇന്ന സ്വലാത്തി വനുസുകി വമഹയായ പറയ്, വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന സ്വലാത്തി തീർച്ചയായും എന്റെ നിസ്കാരവും, വനുസുകി എന്റെ മറ്റു അമലുകളും, വമഹയായ എന്റെ ജീവിതം തന്നെയും, അതിലെല്ലാം പെട്ടില്ലേ, രാഷ്ട്രീയമാ
ആയാലും സാമൂഹ്യ സേവനങ്ങളായാലും നിന്റെ കുടുംബ ജീവിതമായാലും നിന്റെ ഏതേത് മേഖലകളിലെ ഏതേത് സൽക്കർ പ്രവർത്തനങ്ങളായാലും മഹയായ എന്റെ ജീവിതം തന്നെയും മമമാറ്റി എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാണ്. നോക്കണം, ഒക്കെ അള്ളാന്റെ പൊരുത്തം കിട്ടാനാണ്, വേറൊന്നിനുമല്ല എന്ന നീയത്ത് കൽബിലങ്ങ് മൂലമാകണം. അങ്ങനെ വരുമ്പോ അമലിനൊക്കെ പ്യൂരിറ്റി കൂടും, അമലിന്റെ ഇഖ്ലാസ് കൂടും, അമലിന്റെ താല്പര്യം കൂടും. സ്വർഗം ആഗ്രഹിക്കുക, അതെങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി. അങ്ങനെയാകുമ്പോ എന്തുണ്ടാകാന്നറിയോ? അമലിന്റെ പ്യൂരിറ്റി ഇങ്ങോട്ട്, അമലിനുള്ള മൂല്യം കുറയും, അമലിനുള്ള താല്പര്യം കുറയും. മോമിനെ അല്ലാഹു അതിന്റെ പേരാണ് ഇഖ്ലാസ്. അല്ലേ, ഇഖ്ലാസ് അല്ലേ മമൽ ഇഹ്സാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അൻതഅബ്ദുല്ലാഹ കഅന്നക തറാ, നീ അല്ലാഹുവിനെ കാണും പ്രകാരം ഇബാദത്ത് ചെയ്യുക. ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, നീ നിന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അല്ലാഹുവിനെ കണ്ടില്ലെങ്കിലും അല്ലാഹ് നിന്നെ കാണുന്നുണ്ടെന്ന ബോധത്തോടെ നീ അമൽ ചെയ്യുക. റസൂലുള്ളാഹി ഒരു 3 സ്വലാത്ത് ഉറക്കെ ചൊല്ലിയ സല്ലല്ലാഹു അലാ മുഹമ്മദ്. കേൾക്കണേ, കൽബിൽ നിറയെ എപ്പോഴും അല്ലാഹുവിന്റെ പൊരുത്തം, അല്ലാഹുവിന്റെ ലിഖാ, അല്ലാഹു 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 അല്ലാഹു. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. ഇതാണ് മഅരിഫത്തിലേക്കുള്ള വഴി. ഇത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇൽമിന്റെ മജ്ലിസ്. അല്ലാഹു അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ, അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. അതിന്റെ ഇടയിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹ് തരുന്ന സ്വർഗ്ഗം ഇവിടെ ഇപ്പൊ നോക്ക്, 100 കിട്ടിയാൽ അല്ലെ ഖനാഅത്ത്, അതുകൊണ്ട് പൊരുത്തപ്പെടും. ഒരു സൂഫിയായ മനുഷ്യന് 100 കിട്ടിയാൽ അൽഹംദുലില്ലാഹ് മതി, ഖനാഅത്ത് പൊരുത്തപ്പെടും. 500 കിട്ടിയാൽ ബേജാറാവും, കാരണം എന്താ, ഇതിന്റെ ഹക്ക് കൂട്ടണ്ടേ. 500 കിട്ടിയ ബേജാറാവും. 1000 കിട്ടിയ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ പണം വരുമ്പോഴൊക്കെ കരഞ്ഞുകൊണ്ടിരുന്നു. അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട അല്ലേ, മൗലായ സഅദിൻ സഈദിൻ സുബൈരിൻ തുൽഹാത്തിൻ വഅബി ഉബൈദത്തിൻ വബ്നി ഔഫിൻ ആശിരിൽ കറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. മഹാനായ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 മഹാന്മാരിൽ ഒരാളാണ്. കയ്യിൽ പണം വന്നു ചേരുമ്പോഴൊക്കെ മഹാൻ കരഞ്ഞു. രുചികരമായ ഭക്ഷണത്തലികയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ കരഞ്ഞു. നോക്കണം, പൈസ കൂടുമ്പോ ഇതെന്റെ ഓള സ്റ്റാർ, എന്റെ ഭാര്യയുടെ ഭാഗ്യം, മക്കളെ ഭാഗ്യം, ഇത് എനിക്കുള്ള തന്ന പ്രത്യേക അനുഗ്രഹം അല്ലേ, ഇങ്ങനെയൊക്കെ പറയലല്ല. പണം വന്നു ചേരുമ്പോഴൊക്കെ അതിന്റെ ബാധ്യത കൂട്ടാൻ കഴിയുമോ എന്ന ആശങ്ക. അതേപോലെ തന്നെ നാളെ സ്വർഗത്തിലെത്തിയാൽ അല്ലാഹു തആല കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് അവർക്ക് മതിയാകുന്നു. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം മതി വരുന്നേയില്ല. പടച്ച റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ നിന്ന് അല്ലാഹുവിന്റെ തൃക്കാഴ്ച കണ്ണിൽ
അങ്ങനെ കണ്ട് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും മാതൃക്കാഴ്ചയൊന്ന് മുടങ്ങിപ്പോയാൽ, ആ കാഴ്ചയിൽ നിന്നങ്ങ് പോയാൽ സ്വർഗവാസികൾക്ക് അത് ഏറ്റവും വലിയ ദുഃഖമാണെന്ന് നമ്മുടെ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു. ബുദ്ധിയുള്ള മുഅ്മിനീങ്ങളെ, ഈ മജ്ലിസ് മുതൽ നമ്മൾ അങ്ങോട്ട്, ഈ മജ്ലിസ് മുതൽ, ഈ വാദിന്റെ സദസ്സ് മുതൽ നാം സ്വർഗം ആഗ്രഹിക്കുക, അല്ലാഹുവിന്റെ ലിഖാ ആഗ്രഹിക്കുക. ഞാൻ ഓതിയ ആയത്തിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ്. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ, നമ്മെ കാണാൻ ആഗ്രഹമില്ലാത്തവർ, എന്നിട്ടോ വറദൂ ബിൽ ഹയാത്തിദ് ദുനിയാ, അവർ ദുനിയാവിലെ ജീവിതം കൊണ്ട് പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഇത് മുസ്ലിമീങ്ങളെ കുറിച്ച്, മുശ്രിക്കീങ്ങളെ കുറിച്ച് പറയുന്നേ. നമ്മുടെ സ്വഭാവം ഇപ്പൊ അങ്ങനെ ആയില്ലേ? പടച്ചോനെ കാണാൻ ആഗ്രഹമില്ല, ദുനിയാവിൽ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കണം അല്ലേ? അതിന് ഫോർച്യൂണർ വേണം, ഇന്നോവ വേണം, പുര വേണം, പിന്നെ എല്ലാ സൗകര്യവും വേണം, റോഡ് സൈഡിലാകണം വീട്, ഭാര്യയ്ക്ക് നല്ല ഭംഗി ഉണ്ടാകണം, മക്കൾക്കൊക്കെ നല്ല ഉഷാറുണ്ടാകണം. അതാണ് ഈ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് അള്ളാന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ ഈ ദുനിയാവിന്റെ സുഖങ്ങളുമായി മാത്രം ജീവിച്ചു പോകുന്ന അവസ്ഥ വന്നപ്പോ അള്ളാന്റെ പരീക്ഷണവും കൂടി. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി. ഇപ്പൊ ഈ ശത്രുക്കളെ കൊണ്ടുള്ള പരീക്ഷണമൊക്കെ ഇങ്ങോട്ടൊക്കെ നല്ല വെറുതെ ഇതൊരു മരുന്നായത്, ഇതൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയത്. ശത്രുക്കളെ ഇടയിൽ ജീവിപ്പിച്ചിട്ടൊന്ന് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഒന്ന് കുത്തിക്കൊടുക്കുക, പരീക്ഷിക്കുക. എന്നിട്ടെങ്കിലും നോക്കട്ടെ, നമ്മൾ ഇതിന്റെ ഇടയിലും എവിടെയല്ലോ പോയിട്ട് തോന്നിയാസങ്ങൾ കളിക്കല്ലേ? ലോകത്ത് മൊത്തം മുസ്ലിമീങ്ങളെ കൊല്ലുകയാണ്. മുസ്ലിമീങ്ങളും ഏറ്റുമുട്ടുകയാണ്. സിറിയയിൽ കലാപം അല്ലെ? സിറിയയിൽ കലാപം, ലിബിയയിൽ കലാപം, ലബനാനിൽ കലാപം, പിന്നെ ഈജിപ്തിൽ കലാപം, ഇറാനിൽ കലാപം, ഇറാഖിൽ കലാപം അല്ലെ? എവിടെയാ? അഫ്ഗാനിൽ കലാപം. പാകിസ്ഥാനിലാണെങ്കിൽ പിന്നെ മുഹാജിർ അവാമി പരസ്പരം ഏറ്റുമുട്ടുകയാണ്. മുഹാജിരിങ്ങളും അവാമിങ്ങളും, ഇവിടെ നിന്ന് പോയവരും ആ നാട്ടുകാരും. കലാപം അല്ലെ? ലോകത്ത് മൊത്തം കലാപം. എന്തവിടെ പഠിക്കേണ്ടത്? ഇതൊക്കെ ഇതിന്റെ ഇടയിൽ നോക്കണം. അല്പമൊക്കെ ജീവിച്ചു പോകാനുള്ള ചുറ്റുപാടുള്ള കേരളം പോലത്തെ സ്ഥലത്ത് ഇന്ന് ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ ആ ചെമ്മനാട് ഭാഗത്ത് ഡേ നൈറ്റ് ഫുട്ബോളോ വോളിബോളോ എന്തോ തുടങ്ങാൻ പോവുകയാണ് രാത്രി. കാഞ്ഞങ്ങാട് ഇപ്പൊ ഒരു ഉറൂസ് നടന്നു കൊടുക്കുകയാണ്. ആ ഉറൂസിന്റെ വേറൊരു സ്ഥലത്ത് ഭയങ്കര കളി. ആ കളിയിൽ മുഴുവൻ പങ്കെടുക്കുന്ന ടീം മുസ്ലിം ടീം. പൈസ വെച്ചിട്ട് കളിക്കണം. പൈസ കൊടുക്കുന്നവർ നമ്മൾ ഈ ചിരി കളി തമാശയുടെ ഭാഗത്തല്ലേ ഉള്ളത്. സമുദായത്തിന്റെ ഒരു തലയിൽ കത്തുമ്പോ സിറിയയിലും ലിബിയയിലും ലബനാനിലും അല്ലെ സമുദായ ഉമ്മത്തിന്റെ ഒരു ഭാഗാത് അത് കത്തുകയാണ്. ഇങ്ങേ തലയിൽ നിന്ന് കളിക്കാൻ നമ്മള് ഒരു ശതമാനം സമുദായത്തോട് താല്പര്യമോ അല്ലെങ്കിൽ സമുദായത്തോട് അനുഭവമോ നമുക്കുണ്ടോ? ആലോചിക്കട്ടെ. ഭൗതിക ജീവിതം കൊണ്ടവർ പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഇവിടെ അങ്ങനെ തിന്നണം, കുടിക്കണം, ഉറങ്ങണം എന്നല്ലാതെ അതിനെ പുറത്തൊരു ചിന്തയേ ഇല്ല. ദുനിയാവ് കൊണ്ട് പൊരുത്തപ്പെടുമ്പോ നേരെ ഓപ്പോസിറ്റ്, ആഹാരം കൊണ്ടെന്നുണ്ടാകുക, ആഗ്രഹം ഇല്ലാതാകുക. ദുനിയാവോട് ആഗ്രഹം കൂടുക, ആഹാരത്തോട് ആഗ്രഹം മുടക്ക്. ഹുബ്ബു ദുനിയ കൂടുമ്പോ എന്താ ഉണ്ടാകുക? ഹുബ്ബുൽ ആഖിറ ഇല്ലാതാവും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ പറയ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വറദൂ ബിൽ ഹയാത്തിദ് ദുനിയ എന്ന് പറയുമ്പോ ദുനിയാവിലെ ജീവിതം കൊണ്ട് പൊരുത്തപ്പെടുന്ന മാനസികാവസ്ഥയിൽ എന്താണ്ടാകുക? ആഖിറത്തോട് വിരക്തിയും വെറുപ്പും വരും. തീർന്നില്ല. വറദൂ ബിൽ ഹയാത്തിദ് ദുനിയ വതമന്നൂ ബിഹാ. ദുനിയാവിലെ ജീവിതം കൊണ്ട് അവർ സമാധാനമടഞ്ഞിരിക്കുന്നു. ചിലത് പറയില്ലേ, 3 പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞു, അൽഹംദുലില്ലാഹ് സമാധാനായി. അല്ലേ? പൊരയായി, അൽഹംദുലില്ലാഹ് സമാധാനായി. എവിടെയാ സമാധാനാകുക? അല്ലെ? അന്തമായിക്ക് എങ്ങനെയോ? അന്തമായിക്ക് നല്ല റാഹത്താ. മോന്റെ 2 ആൺകുട്ടികൾ ഗൾഫിൽ പോയി പൈസയൊക്കെ തുടങ്ങി. ഇനി എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അൽഹംദുലില്ലാഹ് സമാധാനായി. നോക്കണം. ദുനിയാവ് കൊണ്ടവർ സമാധാനമടഞ്ഞിരിക്കുന്നു. തീർന്നില്ല. എന്നിട്ട് വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തൊട്ടവർ അശ്രദ്ധരാണ്. അള്ളാന്റെ ആയത്തുകൾ വശംസു വൽ ഖമറു വന്നുജൂമു വശജറു വദ്ദബാബു വൽ അർളു വസ്സമാഉ. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയും ആകാശവും കടലും കരയും ഈ പാറ്റുകൾ മുതൽ ഇഴജന്തുക്കൾ മുതൽ അല്ലെ കാട്ടിലെ ആന മുതൽ കടലിലെ തിമിംഗലം വരെ അള്ളാന്റെ ആയത്തല്ലേ, അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളല്ലേ. ഖുർആനിലെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മുതൽ ഫാത്തിഹ വരെ അള്ളാന്റെ ആയത്തല്ലേ. വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട്, നമ്മുടെ ആയത്തുകളെ തൊട്ട് അവർ അശ്രദ്ധരാ. ഒരു
കാര്യം ശ്രദ്ധിക്കുക. നട്ടുച്ച നേരത്തെ ചൂട് നരകത്തിലുള്ള 70ഓളം ജുസ്ഇൽ നിന്നൊരു ജുസ് ആണെന്ന് നമ്മെ ഹബീബ് മുഹമ്മദ് മുസ്തഫ പറയ്. നട്ടുച്ച നേരത്തെ തീച്ചൂട്, നട്ടുച്ച നേരത്തെ വെയിലിൻ ചൂട് നരകത്തിലുള്ള നരകത്തിയിൽ നിന്നൊരംശമാണെന്ന് പഠിപ്പിച്ചില്ലേ? തീർന്നില്ല, മഴ പെയ്യാതെ ചൂടിങ്ങനെ കൂടി വരുമ്പോ ഓർമ്മിക്കണേ അല്ലെ? വശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശജറു യസ്ജുദാൻ. ഒരു കണക്കിൽ സൂര്യനും ചന്ദ്രനും ഇങ്ങനെ കറങ്ങുന്നു അല്ലെ? സൂര്യന്റെയും ചന്ദ്രന്റെയും നിശ്ചിതമായ വഴിയിലൂടെയുള്ള കറക്കങ്ങൾ കൊണ്ടാണ് ഭൂമിയിലെ സൂര്യൻ തണുപ്പ്, ചൂട് അല്ലെ, മഴ, വെയില് ഇതൊക്കെ ക്രമീകരിക്കപ്പെടുന്നതിന്റെ കാരണം സൂര്യനും ചന്ദ്രനുമാണ്. തീർന്നില്ല, റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈൻ. 2 ഉദയസ്ഥാനങ്ങളുടെയും 2 അസ്തമയ സ്ഥാനങ്ങളുടെയും രക്ഷിതാവാണ് അല്ലാഹു. എന്താ മനസ്സിലാക്കേണ്ടത്? ഉദയസ്ഥാനം ചൂടുകാലത്ത് മാറാറുണ്ട്, തണുപ്പ് കാലത്ത് മാറാറുണ്ട്, അതേപോലെ തന്നെ അസ്തമയ സ്ഥാനവും മാറാറുണ്ട്. മോമിനേ, ഉഷ്ണകാലത്ത് നല്ല ചൂടിങ്ങനെ കൊള്ളുമ്പോ ആലോചിക്കണം, ഇത് അല്ലാഹുവിന്റെ ആയത്താണ്, ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാ. ചൂട് കാണുമ്പോഴും ചൂട് കൊള്ളുമ്പോഴും അല്ലാഹുവിന്റെ ഓർമ്മ, തണുപ്പ് കൊള്ളുമ്പോഴും അല്ലാഹുവിന്റെ ഓർമ്മ, രാത്രിയാകുമ്പോഴും അല്ലാഹുവിന്റെ ഓർമ്മ, പകലാകുമ്പോഴും അല്ലാഹുവിന്റെ ഓർമ്മ. ഉദ്കുരില്ലാഹ ഇൻദ കുല്ലി ശൈഇൻ. എല്ലാ വസ്തുക്കളുടെ മുമ്പിലെത്തുമ്പോഴും അല്ലാഹുവിന്റെ ഓർമ്മ. ഉദ്കുരില്ലാഹ ഇൻദ കുല്ലി ഹജരിൻ. ഏത് മരം കാണുമ്പോഴും ഏത് മരം കാണുമ്പോഴും ഏത് കല്ല് കാണുമ്പോഴും അല്ലാഹുവിന്റെ ഓർമ്മ. ഈമാനുള്ള മുഅ്മിൻ അങ്ങനെയാകണമെന്നല്ലേ? ഇവിടെ നോക്ക്, ഈമാനില്ലാത്ത മനുഷ്യനാകുമ്പോ ഇവിടെ അവിശ്വാസികളെ കുറിച്ചും മുശ്രിക്കീങ്ങളെ കുറിച്ചും പറയുന്നേ. ഈമാനില്ലാത്ത മനുഷ്യനാകുമ്പോൾ അവന്റെ കൽബിൽ അല്ലാഹുവിന്റെ ഓർമ്മയേ ഇല്ല, വെറും ദുനിയാവിനെ കുറിച്ചുള്ള ഓർമ്മ. അങ്ങനെയായാൽ ഉലൈക മൗവാഹുമുൻ നാറു ബിമാ കാനൂ യക്സിബൂൻ. അവരെ മടക്കസ്ഥലം നരകമാണ്. നോക്കണം, ജീവിച്ചു പോകുന്ന ജീവിതത്തിലെ മനസ്സിങ്ങനെയാകുമ്പോ നോക്ക്, ആഖിറത്തെ കുറിച്ച് ചിന്തയേ ഇല്ല. ഇവിടെ തിന്നണം, കുടിക്കണം, ഉറങ്ങണം എന്നല്ലാതെ വേറെ ലക്ഷ്യമില്ല. ഇവിടെ സമാധാനം ഉണ്ടാകണമെന്നല്ലാതെ ആഖിറത്തെ കുറിച്ച്, ആഖിറത്തിൽ സമാധാനം വേണമെന്ന് ആഗ്രഹമില്ല. അങ്ങനെയായാൽ ആ മനുഷ്യന്റെ മടക്കസ്ഥലം ഉലൈക മഅവാഹുമുൻ നാർ. അവരെ മടക്കസ്ഥലം നരകമാണ്. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി മുതൽ അങ്ങോട്ട് അതാ മതബോധം. എപ്പോഴും ഞാനൊരു അല്ലാഹുവിന്റെ അടിമ. എന്റെ ഉത്തരവാദിത്വം അല്ലാഹുവിന്റെ നിയമങ്ങളെ അനുസരിക്കൽ. ആ അല്ലാഹുവിന്റെ നിയമങ്ങളെ അനുസരിച്ചാൽ എനിക്ക് കിട്ടാൻ പോകുന്ന കോംപ്ലിമെന്റ്, ഗിഫ്റ്റ്, എനിക്ക് കിട്ടുന്ന സമ്മാനം സ്വർഗം. സ്വർഗത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ അല്ലാഹുവിന്റെ പൊരുത്തം, അല്ലാഹുവിന്റെ കാഴ്ച. ആഗ്രഹം മുഴുവൻ ആ വഴിയില്. ഓരോ ദിവസവും ഇപ്പൊ നിങ്ങൾ അറിയോ, ധാരാളം ആളുകൾ റജബ്, ശഅബാൻ, റമളാൻ 3 മാസം നോമ്പൂക്കാണ്. പഴയ പോലെയല്ല, മനസ്സിലുള്ള നിയ്യത്തുകളൊക്കെ മാറി മാറി വരികയാണ്. കാരണം ഇനി ആയുസ്സില്ല, ഇനി വല്ലാതെ ദുനിയാവില്ല, ഇനി ആയുസ്സുമില്ല, ദുനിയാവില്ല. ദുനിയാവുണ്ടോ ഇനി വല്ലാതെ? ഫസാദു ശാമി ഫസാദു ദുനിയാ. റസൂലുള്ളാഹി സിറിയയുടെ നാശം, അതാണ് ലോകത്തിന്റെ നാശം. മുഹമ്മദുർ റസൂലുള്ളാഹി ആയില്ലേ? സിറിയ പോകല്ലേ, കത്തുകയാണ്. 2.5 കോടി ജനങ്ങളുണ്ടായിരുന്നു സിറിയയിൽ. 2.25 കോടി, 1.25 കോടി ജനങ്ങളെ കാണുന്നില്ല. അവിടെയാണ് ഡമസ്കസ്. ആ പള്ളിയുടെ, ആ വെള്ളലെ കുബ്ബയുള്ള മനോഹരമായ പള്ളിയുടെ മേലെയാണ് ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വരിക. ആ പള്ളിയുടെ ഉള്ളിലാണ് ഇമാം മഹദി ഇമാമായി നിസ്കരിക്കുക. മഹദി ഇമാം സുബ്ഹിക്ക് നിസ്കരിക്കാൻ നോക്കുമ്പോഴാ അല്ലെ, തല ഇങ്ങനെ നനഞ്ഞിട്ടുണ്ട്, മുടിയൊന്നും ഉണങ്ങിയിട്ടില്ല. യാത്ര കഴിഞ്ഞ് കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കോലത്തിൽ ഈസാ നബി അലൈഹി സ്വലാമിനെ കാണുക അല്ലെ. സിറിയ കത്തുകയാണ്. ലോകത്ത് മുഴുവനും നാശാണ്. നയാപ്പം നോക്കിയിട്ട് നിങ്ങള് ചുറ്റുംകുടിയിൽ ഇങ്ങനെ അടങ്ങി ഒരു രാവിലെ 10 മണിക്ക് ഇങ്ങനെ ഇരിക്കുക, ചെവി ഇങ്ങനെ കൂർപ്പിക്കുക. അപ്പൊ ചുറ്റുംകുടിയിൽ നിന്ന് കേൾക്കുന്ന ഒരു ഒച്ച ഉണ്ടാവും, ഒച്ച, വണ്ടി പോകുന്ന ഒച്ചയല്ല. പിന്നെന്തായിരിക്കും ഒച്ച?
ചട്ടൻകുഴിയിൽ ഇങ്ങനെ അടങ്ങിയിരിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ഒച്ചയായിരിക്കും വാർപ്പ് മുറിക്കുന്ന ഒച്ച. അടയാളം ചോദിക്കും. പിങ്ങനെ ഫെസിലിറ്റി കൂട്ടുക, സൗകര്യം കൂട്ടുക, പൊരങ്ങനെ മാറ്റി മാറ്റി എടുക്കുക അല്ലേ? അതിന്റെ അർത്ഥം എന്താ? അന്തറൽ ഹുഫാത്തൽ ഒരാൾ തല തിരിച്ചു പിടിച്ചിട്ടാ അന്തറൽ ഹുഫാത്തൽ നുറാത്തൽ ലാലത റിആഅശായി യതത്വാവലൂന ഫിൽ ബുനിയാൻ. ഖിയാമത്ത് നയാ പൈസ കയ്യിലില്ലാത്ത, തുണി ഉടുക്കാനില്ലാത്ത, അല്ലെ കുപ്പായമിടാനില്ലാത്ത, ചെരിപ്പിടാനില്ലാത്ത ദരിദ്ര നാരായണന്മാർ, ആട്ടിടയന്മാരായ ആളുകളെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ടാവുക. ആ പണം കൊണ്ട് നീണ്ട നീണ്ട ബിൽഡിങ്ങുകൾ കിട്ടുക അല്ലെ? അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ. കാണുന്നില്ല? പൊരങ്ങനെ പുതിയ 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 വലിയ 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 ഷോപ്പിംഗ് കോംപ്ലക്സ് പൊരങ്ങനെ ഉണ്ടാകുകയാണ്. ഖത്തറിലൊക്കെ പോയാൽ ശരിക്കും കാണാം 8 കിലോമീറ്റർ നീളത്തിൽ കെട്ടിടം കിട്ടുകയാണ്. 8 കിലോമീറ്റർ നീളത്തില് പുതിയ പഴയ കെട്ടിടങ്ങളെ അടിച്ചു പൊളിക്കുക. ഏറ്റവും അധികം JCB പണിയെടുക്കുന്ന തന്നെ മുസ്ലിം ഗല്ലികളിലാണ്. നമ്മുടെ നാട്ടിലൊക്കെ പഴയതിങ്ങനെ പൊളിക്കുക, മാന്തുക, ചാടുക, പുതിയത് കെട്ടുക അല്ലെ? ഇങ്ങനെ ശരിക്കും പറഞ്ഞ ഒരു മുസ്ലിം ഗല്ലിയിൽ, ഒരു മുസ്ലിം കേന്ദ്രത്തില് ഗൾഫിൽ നിന്ന് കൊണ്ട് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് നോക്കിയാൽ കാണാൻ കഴിയും. ഇവർക്ക് കബറില്ല പടച്ചോനെ, ഇവിടെ തന്നെ ഉള്ളൂ അല്ലേ? പൊരങ്ങനെ മാറ്റി മാറ്റി ഒരു മരിക്കുന്നതിന് മുമ്പ് ചില മനുഷ്യന്മാര് 3 വട്ടം പൊര മാറ്റുകയാണ്. 3 വട്ടം. നല്ല സുന്ദരമായ പള്ളി ഒരാവശ്യമില്ലാതെ പൊളിച്ചു കളയാ. ഇത് അതിനേക്കാളും വലിയ പള്ളി കിട്ടുക. ഇപ്പൊ അടുത്ത് കാസർഗോഡ് ജില്ലയിൽ ഒരു പള്ളി ഉദ്ഘാടനത്തിന്റെ മുമ്പുള്ള ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ അതേ നാട്ടില് ആ മഹലിന്റെ കീഴിൽ തന്നെ ഉള്ള വേറൊരു പള്ളി കെട്ടിയിട്ട് 2 കൊല്ലം ആയിട്ടുള്ളൂ, 2-3 കൊല്ലം. അപ്പോ ആ പുതിയ പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോ എന്നോട് പറഞ്ഞു ആ മറ്റേ പള്ളി പൊളിക്കുകയാണെന്ന്. ഏത് 3 കൊല്ലം ഉദ്ഘാടനം ചെയ്ത്. ഞാൻ പറഞ്ഞു അതാ ഞാനാണ്, ഈ 2ന്റെ ഒരേ കമ്മിറ്റിയാണ്. വാതിന് സ്റ്റേജ് മക്കയിൽ നിന്നിട്ട് നാട് ഞാൻ 100 കഷ്ണാക്കും ആ പള്ളി അങ്ങനെ പൊളിക്കുകയാണെങ്കിൽ. ഇല്ല അങ്ങനെയല്ല, അത് പള്ളി പൊളിക്കുന്നില്ല, ബാത്റൂം മാത്രം. ഞാൻ അന്ന് ബാത്റൂം പൊളിച്ചിട്ടില്ലേ? പള്ളി ഒരു മഹൽ നോക്കണം, ഒരു ചോർച്ചല്ലാത്ത, ഒരു കുഴപ്പമില്ലാത്ത പള്ളികള് മാറ്റി മാറ്റി. കാരണം എന്താ? അങ്ങനത്തെ സ്വഭാവമുള്ള ചില ആളുകളുണ്ട്. പള്ളി മാറ്റി 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 ഉണ്ടാക്കുക. ഒരു കുഴപ്പമില്ലാതെ പള്ളി ഇങ്ങനെ പൊളിക്കുക, വീടങ്ങനെ പൊളിക്കുക. ചില മഹലിൽ പോയിട്ട് ഇങ്ങനെ നിന്ന് വിചാരിക്കുക പഠിച്ചോനെ ഇവർക്ക് ദുനിയാവിൽ തന്നെ ഇനിയും കുറെ കാലം ജീവിക്കും എന്നുള്ളൊരു ഗ്യാരണ്ടി കിട്ടിയിട്ടുണ്ടോ അല്ലേ? وتجمعون ما لا تأكلون وتسكنون ما لا وتبنون ما لا تسكنون. താമസിക്കുന്ന നിങ്ങൾ എടുക്കുന്ന വീട് താമസിക്കുന്ന വീടല്ല. ഒരു 10-45 വയസ്സിലൊരു വീടെടുത്തു, പോയാലും ഒരു 20 കൊല്ലമല്ലേ ആ വീട്ടിൽ താമസിക്കുക അല്ലെ? ആഖിറം അങ്ങനെയല്ല. ഖബർ ഇന്ന് നമ്മൾ കേട്ടായത്ത്, ഇന്ന് ഉച്ചക്ക് സബ്ബിഹ് മോദിയ പള്ളിയിൽ വെച്ച് മിഹ്റാബിലെ ഇമാം ജുമുഅ ഓതിയില്ലേ? ഖദ് അഫ്ലഹ മൻ തസക്കാ വദക്കറ സ്മ റബ്ബിഹി ഫസല്ലാ ബൽ തുദിറൂനൽ ഹയാത്തദ് ദുനിയാ والآخرة خير وأبقى. ആഖിറമാണ് ഏറ്റവും ഗുണകരമായതും ശാശ്വതമായതും. വരാനുള്ള ലോകമാണ് ഏറ്റവും ഗുണകരം, പോരാ ശാശ്വതവും ആഖിറമാണ്. ദുനിയാവാണെങ്കിലോ നമുക്ക് ഓതാൻ കിട്ടുന്ന ആയത്തോതിയെ എന്നാലല്ലേ വേദ കഴിഞ്ഞ് പോകുമ്പോ ഓതാൻ കിട്ടും. കുല്ലു മൻ അലൈഹാ ഫാൻ. ഇത് നശിച്ചു പോകുന്ന ദുനിയാവല്ലേ? ഇവിടെ ഒരു വീടല്ലാതെ പിന്നെയും പിന്നെയും പുതിയ വീടെന്തിനാ? കാസർഗോട്ടെ ഖാദിയായിരുന്ന ഇ.K. ഹസൻ മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദഹു മഹാനുഭാവൻ ഒരിക്കൽ കാഞ്ഞങ്ങാട് വന്നപ്പോ കാഞ്ഞങ്ങാട്ടെ കൊടിയമ്മ ഹംസ മുസ്ലിയാരെ പോലുള്ള, ഇബ്നു ഖുത്ബി അബ്ദുറഹ്മാൻ മുസ്ലിയാരെ പോലുള്ള കഴിഞ്ഞ കാലത്തെ മഹാന്മാരും ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള ഹംസ മുസ്ലിയാരെ പോലുള്ള ഹസൻ ഉസ്താദിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, ഉസ്താദ് 2 ഭാര്യമാരും മക്കളുമല്ലേ, താമസിക്കാൻ ഒരു വീട് വേണ്ടേ?
ഹസൻ ഉസ്താദിനെ ഒന്ന് കാസർഗോട്ടെ ജനങ്ങളോട് പറഞ്ഞാൽ, അന്ന് കെ സുലൈമാൻ ഹാജിയുടെയും അബ്ദുള്ള സാഹിബിന്റെയും ഒക്കെ സുവർണകാലം, ഒരു വീടുണ്ടാക്കിക്കൂടെ? ഉടനെ പറഞ്ഞു ഹസൻ മുസ്ലിയാർ, വീട് വേണ്ടാഞ്ഞിട്ടല്ല, പൂ എന്ന് പറഞ്ഞാൽ പുരയുണ്ടാക്കി തരാൻ വേഗതയിൽ അവിടെ താല്പര്യമുള്ള ആളുകളുണ്ട്. പക്ഷേ എനിക്ക് പുരയുണ്ടായാൽ പിന്നെ മരിക്കാൻ ആഗ്രഹം വരില്ല, മരണത്തോട് എനിക്ക് വെറുപ്പ് വന്നു പോകും. അതുകൊണ്ട് എനിക്ക് നല്ല വീട് വേണ്ട. മലപ്പുറം ജില്ലയിൽ ഒരു സൂഫിയായ മനുഷ്യനുണ്ട്. ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന് ഗൾഫിലായിരുന്നു, വലിയ ശമ്പളക്കാരനായിരുന്നു. മാസാമാസം കിട്ടുന്ന പണം ഇങ്ങനെ ചെറിയ കെട്ടുകളാക്കിയിട്ട് ഗൾഫിലേക്ക് ഇവിടെ നിന്ന് വിസിറ്റിന് പോകാറുള്ള സാമ്പത്തിക പ്രയാസമുള്ള ഫുഖറാ മിസ്കീന്മാരായ ആളുകൾക്ക് ആ പണം ഇങ്ങനെ സ്വതക്ക ചെയ്യലാണ്. നാട്ടിൽ പോകുമ്പോൾ ആ പണം കൊണ്ടുപോകാറില്ല. വളരെ പരിമിതമായ സൗകര്യങ്ങൾ വെച്ചാണ് കുടുംബം ജീവിച്ചു പോയത്. എന്നാലും ഭാര്യയും മക്കളും ബുദ്ധിമുട്ടിയിരുന്നില്ല. പക്ഷേ ആ ഭാര്യ ഇടയ്ക്കിടെ പറയും, നമുക്ക് നല്ലൊരു വീട് വേണ്ടേ. ഗൾഫിലേക്ക് 1970-80 കാലത്ത് ഗൾഫിൽ പോയിട്ട് 90-2000 കാലത്ത് നല്ല വീടെടുക്കുന്ന കാലത്താണ്. ഉസ്താദിന്റെ ഭാര്യ ഇങ്ങനെ പറയും, അല്ല, എല്ലാവർക്കും നല്ല വീടുള്ള പോലെ നമുക്കും നല്ലൊരു വീട് വേണ്ടേ. അപ്പോഴൊന്നും ഈ ഭർത്താവായ ഈ സൂഫിയായ മനുഷ്യനൊന്നും മിണ്ടാറില്ല. ചിരിച്ചു വേറെ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞ് സമാധാനിപ്പിക്കാറാണ് പതിവ്. പക്ഷേ ഭാര്യയുടെ നിർബന്ധം കൂടിയപ്പോ, സമ്മർദ്ദം കൂടിയപ്പോ, നിർബന്ധം കൂടിയപ്പോ ഈ ഉസ്താദ് തന്റെ വണ്ടിയിൽ കയറ്റി ഭാര്യയെ ഒരു പഴയ മൈതാനിയിൽ കുറെ പൊളിഞ്ഞ കബറുകളുള്ള പൗരാണികമായ മൈതാനിയിലേക്ക് ഈ വണ്ടി ഓടിച്ചു ചെന്നു. റോഡിന്റെ സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ഭാര്യയ്ക്ക് കാട്ടിക്കൊടുത്തു ഒരു പൊളിഞ്ഞ കബറ്. പറഞ്ഞു, എടീ, നമ്മുടെ വീടതാ, നമ്മൾ കുറെ കാലം കിടക്കേണ്ട വീടതാണ്. ഖിയാമത്ത് നാൾ വരെ അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലെ വീടതാ. അതുകൊണ്ട് ആ വീട് കാണുന്നില്ലേ, ഉണ്ടാക്കിയ വീട് തന്നെ മണ്ണങ്ങ് പൊളിഞ്ഞു പോകാറല്ലേ. വീട് വേണോ? പിന്നെ ആ ഭാര്യ വീടിനെ കുറിച്ച് മുണ്ടിയില്ല. മോമിനിങ്ങളെ ആലോചിച്ചു നോക്കുക. ദുനിയാവിൽ സുന്ദരമായ ഒരു വീടെടുത്താൽ ആ വീട്ടിൽ എത്ര കൊല്ലമാ നാം താമസിക്കുക? 60-70 കൊല്ലമല്ലേ നമ്മുടെയൊക്കെ വയസ്സ്. മാത്രമല്ല 40 വയസ്സ് കഴിയുമ്പോൾ പിന്നെ ഉത്തരവാദിത്വം കൂടുതലല്ലേ. മക്കളെ കെട്ടിച്ചേക്കണം. ആൺമക്കൾ കല്യാണം കഴിച്ചിട്ട് ഭാര്യയുടെ കൂടെയായി, പെൺമക്കളെ കെട്ടിച്ചേച്ചിട്ട് ഭർത്താവിന്റെ കൂടെ പോയി. ആൺമക്കൾക്ക് പിന്നെ ഉപ്പയോടും ഉമ്മയോടും വല്ലാതെ ചിരിക്കാനും വർത്താനം പറയാനും സമയമില്ല. അവർ ഭാര്യയുടെ കൂടെയായി, മക്കളെ കൂടെയായി. പ്രായമായ ഉപ്പയൊറ്റയ്ക്കായി, ഉമ്മ തനിച്ചായി. പിന്നെ മക്കളോട് തന്നെ ജീവിച്ചു പോകുമ്പോ അവഗണനയായി. ചുരുക്കി പറഞ്ഞാൽ ഒരു 45-ന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള പ്രായം ആസ്വദിക്കാനൊന്നും പറ്റുന്ന സമയമല്ലല്ലോ മോമിനെ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ദുനിയാവേ ഇല്ല. മെഴുകുതിരി പോലെയാണു നാം, മെഴുകുതിരി പോലെയാണു നാം. അതേ സമയത്തിന്റെ ചെറുപ്പക്കാരെ, ചോരത്തിളപ്പുള്ള ഈ 9 വയസ്സ് പിന്നിട്ട നിങ്ങളോട്, 15 വയസ്സുള്ളവരോട്, 20 വയസ്സുള്ളവരോട്, 17 വയസ്സുള്ളവരോട്, എന്റെ പെൺകുട്ടികളെ, ആൺകുട്ടികളെ, യുവതി യുവാക്കളെ, മധ്യമയസ്കരെ, ഈ സമയം മുതൽ നമ്മൾ അള്ളാന്റെ വഴിയിലേക്ക്, വാനീബൂ ഇലാ റബ്ബിക്കും, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുമോ? വാസ്ലിമൂ ലഹു, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുമോ? പടച്ചറപ്പിന്റെ ഫർദായ അമലുകൾ ചെയ്ത് സുന്നത്തായ അമലുകളിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന അത്ര ചെയ്ത്, ശരിക്കും മനസ്സിലാക്കണേ, ഫർദ് കൃത്യമായി ചെയ്യാം. സുന്നത്ത് എത്ര ചെയ്യാൻ കഴിയോ അല്ലാഹു തആല പരമാവധി സുന്നത്തുകൾ ഹയാത്താക്കാൻ തൗഫീഖ് തരട്ടെ. പറയ്, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, പറയ്, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, പറയ്, തൗഫീഖ് തുഅതിക വഈമാനിക യാ അല്ലാഹ്. പരമാവധി അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് അതിന് ആഫിയത്ത് തരട്ടെ. ആമീൻ പറ മുഅ്മിനീങ്ങളെ, ആഫിയത്ത് തരട്ടെ. അല്ലാഹു ആഫിയത്ത് തരട്ടെ. ഫർദ് കൃത്യമായി ചെയ്യാം. ജമാഅത്ത് നിസ്കാരങ്ങൾ ഒറ്റയൊന്ന് കളയാതെ ചെയ്യാം. സുന്നത്ത് നിസ്കാരങ്ങളിൽ എത്ര ചെയ്യാൻ കഴിയും സുന്നത്തായ അമൽ നിസ്കാരം മാത്രമല്ല അല്ലാഹു ചെയ്യാം. പിന്നെ കണ്ണിങ് ആയിട്ട് വിഷയം ഹറാം ചെയ്യാതിരിക്കുക. ഇതാ ധാർമ്മികതയിൽ ശ്രദ്ധിക്കേണ്ട, ധാർമ്മിക ബോധത്തിലെ ഇത്തഖിൽ മഹാരിമ,
തകുൻ അഅ്ബദന്നാസി. നിങ്ങൾ ഇത്തഖിൽ മഹാരിമ, നിങ്ങൾ ഹറാമിനെ സൂക്ഷിക്കുക. തകുൻ അഅ്ബദന്നാസി, നീ ജനങ്ങളിലെ ഏറ്റവും നല്ല ആബിദാകാൻ അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. മഹാന്മാരായ നമ്മുടെ ഉസ്താദന്മാരൊക്കെ അങ്ങനെയായിരുന്നു. ഹറാമിനെ ഒഴിവാക്കുക, ഒറ്റ ഹറാമും ചെയ്യാതിരിക്കുക. അതിപ്പോ ചെയ്തു പോവുകയാണെങ്കിൽ അപ്പം തന്നെ പൊരുത്തപ്പിടിക്കുക, അല്ലെ? ഒറ്റ ഹറാമും ചെയ്യാതെ പോവുക. ഒരു തെറ്റ് വന്നുപോയ ഉടനെ ഒരു അമല് ചെയ്തിട്ട്, അത് ചെറുദോഷാണെങ്കിൽ വെന്തോഷല്ല, ആ ചെറുദോഷത്തെ മായ്ച്ചു കളയാം. ഒരു അമല് ചെയ്തിട്ട് മായ്ച്ചു കളയാം. ഒരു ചെറുദോഷം ചെയ്തു പോയാൽ ഉടനെ ഒരു അമല് ചെയ്യാം. 2 റക്അത്ത് മുത്തലഖായ സ്വലത്ത് നിസ്കരിക്കുക. ഇൻഷാ അല്ലാഹ് അമല് ചെയ്യാം. എന്നിട്ട് സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നന്നായിട്ട് ആ ബക്കറ്റിൽ പിന്നെ ഭക്ഷണം ഇത് പൈസ ഇട്ടിട്ട് സഹായിക്കാം. അതേപോലെ തന്നെ സംഘടന ഗൾഫിൽ നിന്ന് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. അവരെ അല്ലാഹു തആല ലോകത്തും സഹായിക്കുമാറാകട്ടെ. പായസം വിതരണം ചെയ്തവരുണ്ട്. അല്ലാഹു തആല അവർക്ക് ഖൈറും ബറക്കത്തും ഏറ്റിയിട്ട് നൽകട്ടെ. ഉസ്താദന്മാർക്ക് ഭക്ഷണം തന്ന വീട്ടുകാരുണ്ട്. അവർക്ക് അല്ലാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. മരിച്ചുപോയവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരികയാണ്. ആണുങ്ങളുടെ പൈസ ഞാൻ വാങ്ങും. ഇടയിൽ പറഞ്ഞോട്ടെ, അള്ളാന്റെ ലിഖാഹ് കാണാൻ ആഗ്രഹിച്ചിട്ട് സംഘാടകരോട് ഇന്ന് പൈസ ഉണ്ടാവില്ലെങ്കിൽ നാളെ വരുമ്പോൾ 2000 രൂപ, ഒരു 1000 രൂപ, 500 രൂപ, പേര് പറയണ്ട, പേര് പറയാത്ത ഒരാൾ എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുക. എല്ലാവരും പടച്ചോന്റെ ലിഖാഹ് കാണാൻ ആഗ്രഹിച്ചിട്ട്. ഏഴുമല തങ്ങൾ നാളെ വരുന്നുണ്ട്. സഫ്വാൻ കോയ തങ്ങൾ, മഹാനായ നമ്മുടെ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ അവരുടെ ഉപ്പയുടെ ജ്യേഷ്ഠന്റെ മകന്, ഏഴുമല മഹാനായ സയ്യിദ് ഹാമിദ് കോയ തങ്ങൾ അവരുടെ പിന്നെ മകന്റെ മകന്, നമ്മുടെ സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ ഉള്ളാൾ തങ്ങൾ അവരുടെ അളിയന്റെ മകന്, ഏഴുമല കുടുംബത്തിലെ സയ്യിദന്മാരിലെ ഇന്ന് ജീവിച്ചിരിപ്പുള്ള സയ്യിദ് അബു തങ്ങൾ, ബാക്കി എല്ലാ തങ്ങന്മാരും മരിച്ചുപോയി. ആ കുടുംബത്തിലെ മഹാനായ അടുത്ത കാലത്താണ് രാമന്തളി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ, സയ്യിദ് ഹാമിദ് കോയ തങ്ങൾ എന്നൊരു കറാമത്ത് കാട്ടിയ തങ്ങളുണ്ടായിരുന്നു. ആ തങ്ങളുടെ മക്കളാണ് ഇവരൊക്കെ. അത് ഹാമിദ് കോയ തങ്ങളുടെ ഒരു മകളെയാണ് ഉള്ളാൾ തങ്ങൾ അവർ കല്യാണം കഴിച്ചത്. തങ്ങൾ അവരുടെ അളിയന്മാരിൽപ്പെട്ട ഒരു അളിയന്റെ മകനാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ നാളെ വരുന്ന സയ്യിദ് പിന്നെ സഫ്വാൻ മഹമ്മൂദ് സഫ്വാൻ തങ്ങൾ അവർ ഇൻഷാ അല്ലാഹ് നാളെ വരുമ്പോൾ ഇന്ന് കവറിൽ വിതരണം ചെയ്യുന്നുണ്ട്. ആ കവറിൽ ഓരോരുത്തരും കൊടുക്കാൻ കഴിയുന്നതിന്റെ പരമാവധി പണം നിക്ഷേപിച്ച് കൊണ്ടുവന്ന് കൊടുക്കണമെന്നറിയിക്കുന്നു. അല്ലാഹു തആല സയ്യിദന്മാരുടെ കയ്യിലേക്ക് നീങ്ങുന്ന സ്വതക്കക്ക് വലിയ പ്രതിഫലം തന്നു. റജബ് മാസം ചെയ്യുന്ന അമലിന് കിട്ടുന്നൊരു ഗുണം മഹാനായ നബാത്തുൽ മിസ്രി തങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ഖുതുബയിലല്ലേ സാദി, കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ഖുതുബയിൽ പറഞ്ഞ അമലിന് അല്ലാഹു തആല പെട്ടെന്ന് പ്രതിഫലം തരും, ദോഷങ്ങൾക്ക് പെട്ടെന്ന് ശിക്ഷ കിട്ടും, അല്ലേ? ആദ്യത്തെ വെള്ളിയാഴ്ചയിലെ ഖുതുബയിൽ പറഞ്ഞത് അങ്ങനെയാണ്. അമലിന് പെട്ടെന്ന് കൂലി കിട്ടും റജബില്, പിന്നെ ദോഷങ്ങൾക്ക് പെട്ടെന്ന് ശിക്ഷ കിട്ടും. ലാ യുമഹൽ, പെട്ടെന്ന് കൂലി കിട്ടും, തടഞ്ഞു വെക്കൂല. അതേപോലെ തന്നെ ദോഷങ്ങൾക്ക് ശിക്ഷ പെട്ടെന്ന് കിട്ടുന്ന ഒരു മാസമാണ് റജബ് മാസം. അപ്പോ നല്ലപോലെ ശ്രദ്ധിക്കണം. സ്വതക്ക ചെയ്തോ. ഇന്നിപ്പോ കൊടുക്കാൻ കഴിയുന്നവരൊക്കെ പൈസ കൊടുത്തില്ലെങ്കിൽ സാധനങ്ങൾ ഭാഗത്തും ചെയ്താൽ മതി. ഒരു 1100 രൂപ അള്ളാന്റെ ലിഖാഹ് അത് പറയണം. ഇൻഷാ അല്ലാഹ് ഏത് സ്ഥലത്ത് പോയാലും അത് നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് പറഞ്ഞ വിഷയം ഇതാണ്, തഖിൽ മഹാരിമ തകുൻ അഅ്ബദന്നാസ്, നിങ്ങൾ ഹറാമിനെ സൂക്ഷിക്കണേ. തകുൻ അഅ്ബദന്നാസി, ജനങ്ങളിലെ ഏറ്റവും നല്ല ആബിദാകാൻ. യുവാക്കളാകുമ്പോ വല്ലാണ്ട് ഇപ്പൊ നോക്കിയിട്ട് ഒന്ന് സെക്സ്വൽ വീക്ക്നെസ്, നമ്മുടെ 1000 കുതിരകളെ പോലെ ഒരു തടിയിലെ ആഗ്രഹം 1000 കുതിരയുടെ ശക്തിയിൽ ഓടും പെണ്ണിനെ കാണുമ്പോ, അല്ലെ? പെണ്ണിന്റെ മൊഞ്ചു കാണുമ്പോ. ഇന്നിപ്പം തന്നെ ഞാനിങ്ങനെ ആലോചിച്ചു പോയി, രാവിലെ മുതലേ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ കാണാൻ കഴിയും. സ്ത്രീകൾ മാത്രം ഇരിക്കുന്ന ട്രെയിൻ കമ്പാർട്ട്മെന്റുകളിൽ ആ സ്ത്രീകൾ ആസ്വദിക്കാൻ വേണ്ടി മാത്രം കയറിയിരിക്കും. അതിന് 50-100 രൂപ ദിവസവും ട്രെയിനിൽ ടിക്കറ്റ് എടുത്തിട്ട് കയറുക. വേറെ പണിയൊന്നുമില്ല. ഇലാഹി എന്ന മഖ്സൂദിയെ അല്ല, നിസായി എന്ന മഖ്സൂദി. വയസ്സ് അതിന് 35 വയസ്സും അതിന് 65-70 വയസ്സ്. ഞാൻ ടൗണിൽ ജീവിക്കുന്നത് 1994 മുതൽ ഞാൻ കാഞ്ഞങ്ങാടുണ്ട്. ഇപ്പൊ 2017 ഏകദേശം 23 കൊല്ലായി. രാവിലെ കൊടയെ മുത്തി വരും. കൊട ഇങ്ങനെ അടക്കാൻ കഴിയില്ല. തമാശ പറയല്ല. എന്തിനാ വരുന്നേ? ഒറ്റപ്പണി. നിസായി അന്ത മഖ്സൂദി, അന്തി മഖ്സൂദി.
അത് അങ്ങനെയാണല്ലോ. ചില ആളെ അള്ളാഹ് വേഗം മരിപ്പിച്ചാളെ. ഇപ്പോ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി അന്ന് അടി കിട്ടിയതെന്ന് കേൾക്കല്ലേ, ഹൈറാത് മരിക്കോട് അടി കിട്ടാതെ പോയാൽ അത് ഷർറാണ്. അടി കിട്ടേ വേണ്ട, ആഫീസ് പൂട്ടി പോണം. അടി കിട്ടിയ നിർഭാഗ്യവും അടി കിട്ടാണ്ടായ ഭാഗ്യമല്ല, അടി കിട്ടിയ ഭാഗ്യാണ്. അള്ളാഹു ആ സ്വഭാവം നമ്മുടെ പാരമ്പര്യത്തിലെ അള്ളാഹുന്റെ മോനെ ഒരുത്തിന് ഉറങ്ങി ചെരിഞ്ഞിട്ടാ മരം ചെരിഞ്ഞ മാതിരി. അള്ളാഹു ആ സ്വഭാവം നമ്മുടെ പാരമ്പര്യത്തിലെ അള്ളാഹു തരാതിരിക്കട്ടെ. അമ്മീൻ പറയ്, ഹൃദയത്തിൽ ഇത് ഇല്ലാതാക്കണം. ഇപ്പൊ ഒരു മനുഷ്യന്റെ രക്തത്തിലും മജ്ജയിലും മാംസത്തിലും പെണ്ണുങ്ങളുടെ പിറക് കാണുമ്പോ, പെണ്ണുങ്ങളെ മാറ് കാണുമ്പോ അല്ലല്ലേ ഇതിപ്പോ സ്വകാര്യമായിട്ട് പറയേണ്ടത്, പരസ്യമായിട്ട് ഞാൻ പറയാണ്. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും കേൾക്കട്ടെ, ഇതാർക്കും പാടില്ല. പെണ്ണിന്റെ പിൻഭാഗം കാണുമ്പോൾ ആ ആഗ്രഹം, പെണ്ണിന്റെ മുൻഭാഗം കാണുമ്പോൾ ആഗ്രഹം, പെണ്ണെന്ന് കേൾക്കുമ്പോൾ തന്നെ ആഗ്രഹം അല്ലെ. പെണ്ണിന്റെ പിന്നിൽ ഞൊണ്ടി നിന്നാൽ തെണ്ടി അല്ലെ, പെണ്ണല്ലെ നേരിട്ട് കണ്ടാലുണ്ട് കുണ്ടാമണ്ടി അല്ലെ. പെണ്ണെന്ന് കാണുമ്പോൾ ആണിനാഗ്രഹം, ആണിന്റെ ചുണ്ട് കാണുമ്പോ, ആണിന്റെ കട്ടിമീശ കാണുമ്പോ, ഉണക്കുടിയുള്ള കവിൾച്ചടം കാണുമ്പോ, മാർന്നു വെച്ച മുടി കാണുമ്പോൾ പെണ്ണിനാഗ്രഹം. മലയാളി ഇബ്ലീസ് അന്നദറു സഹ്മും മസ്മൂമുൻ മിൻ സഹ്മി ഇബ്ലീസ്. ഇബ്ലീസിന്റെ വിഷത്തിലൂട്ടപ്പെട്ട അമ്പിൽ നിന്നൊരമ്പാണ് നോട്ടം. അത് ആണ് പെണ്ണിനെ നോക്കലും പെണ്ണ് ആണിനെ നോക്കലും അങ്ങനെ തന്നെ. ചിന്തിക്കണം. ഒരു പെണ്ണുമായിട്ടൊരാണ് ബന്ധപ്പെട്ടാൽ, ഒരാണിന് വേണ്ടി ഒരു പെണ്ണ് ശരീരം തുറന്നു വെച്ചു കൊടുത്താൽ, പോയാലും ഒരു 10-20 മിനിറ്റ് നേരത്തെ സുഖമല്ലേ, അത് കഴിഞ്ഞാൽ ആ സുഖം തീർന്നില്ലേ. ഇൻഷാ അല്ലാഹ് വരാനിരിക്കുന്ന ലോകത്തെ അല്ലാഹു നൽകുന്ന സുഖങ്ങളോ അതിന് മുടക്കമില്ല. ഉണ്ടോ? ഇല്ല. അതാ പറഞ്ഞ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. അത് ഗുണകരമാണ്, ശാശ്വതമാണ്, തുടങ്ങിയാൽ പിന്നെ മുടങ്ങലില്ല. ഉണ്ടോ? അബ്ഖാ എന്ന് പറഞ്ഞ ഒരുപാട് അർത്ഥല്ലേ. തുടങ്ങിയാൽ പിന്നെ മുടങ്ങലില്ല, ആരംഭിച്ചാൽ പിന്നെ മുറിഞ്ഞു പോകില്ല. ഇവിടത്തെ വ്യഭിചാരം വേണോ, അവിടുത്തെ ഹൂറുൽ ഈൻ വേണോ? ഇപ്പൊ ആലോചിക്കണം. ഇവിടുത്തെ വ്യഭിചാരം വേണോ? ആലോചിക്കണം. അവിടുത്തെ ഹൂറുൽ ഈൻ വേണോ? ഹൂറുൻ മഖ്സൂറാത്തും ഫിൽ ഖിയാം. ഖൈമകളിൽ താമസിക്കുന്ന അല്ലെ, കണ്ണുകൾ നിയന്ത്രിക്കപ്പെട്ട സുന്ദരിമാരായ കന്നഹുന്നൽ യാഖൂത്ത് വൽ മർജാൻ ലം യത്മിദുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. യാഖൂത്ത് പോലുള്ള, മർജാൻ പോലുള്ള, സുബ്ഹാനല്ലാഹ്, അവർക്കുള്ള മുൻപല്ലിന്റെ ലങ്കല് കണ്ട് ജിബ്രീൽ പോലും അമ്പരന്നിട്ടുണ്ട് അല്ലേ. ഹൂറുൽഈങ്ങളുടെ മുന്നിലെ പല്ലിന്റെ ലങ്കല് കണ്ടിട്ട് ഒരു മനുഷ്യ സ്ത്രീയുടെ മുഖം കണ്ടാൽ ജിബ്രീൽ എന്നല്ല മലായികത്തിന് അത്ഭുതം വരില്ല. പക്ഷേ ഹൂറുൽഈങ്ങളുടെ പല്ലിന്റെ മുഞ്ചു കണ്ടിട്ട് ജിബ്രീൽ പോലും അത്ഭുതപ്പെട്ടു പോയെങ്കിൽ സുബ്ഹാനല്ലാഹ്. മാത്രമല്ല ഖുർആൻ പരിചയപ്പെടുത്തിയ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഹൂറുൽഈങ്ങൾ മാത്രമല്ല, ധാരാളം പെണ്ണുങ്ങൾ വ്യത്യസ്തങ്ങളായ പദപ്രയോഗങ്ങളിലൂടെ സ്വർഗത്തിൽ വേറെയുമുണ്ട്. സുബ്ഹാനല്ലാഹ്. അതിനേക്കാൾ അപ്പുറം നമ്മുടെ ഇവിടത്തെ ഭാര്യ എന്ന് പറഞ്ഞാൽ നിന്റെ ഭാര്യയാണ് അവിടെ ഉള്ള പെണ്ണിനേക്കാളും ഖൈറായ ഭാര്യ. പിന്നെ എന്തിനായി ദുനിയാവിലുള്ള പിറപ്പെണ്ണിന്റെ വ്യഭിചാരം അവസാനിപ്പിക്കണേ? എന്റെ പെണ്ണെ, നീ ആഗ്രഹിക്കണേ. ആഖിറത്തിലെത്തിക്കഴിഞ്ഞാൽ നിനക്ക് നിന്റെ റബ്ബ് നൽകുന്ന സുഖങ്ങളില്ലേ, നിന്റെ ഭർത്താവിൽ നിന്ന് കിട്ടുന്ന സുഖം പോരെ, അത് ആഖിറത്തിൽ നിനക്ക് സ്വന്തമല്ലേ. ഇവിടെ മരിക്കുന്നത് വരെ നിന്റെ കല്യാണം കഴിഞ്ഞില്ല, നീ വല്ലാതെ പ്രയാസപ്പെട്ടിട്ട് ജീവിക്കേണ്ടി വന്നോ. ആയിക്കോട്ടെ മോളെ, സ്വർഗത്തിലെത്തിയാൽ നിന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, ആ ആഗ്രഹങ്ങളെ സഫലീകരിച്ചു തരാൻ കഴിവുള്ള റബ്ബുൽ ഇസ്സത്ത് നാളെ നിന്റെ കൂടെയില്ലേ. ഇവിടെ വ്യഭിചാരം വേണ്ട, കള്ളുകുടി വേണ്ട, കഞ്ചാവ് വേണ്ട, പലിശ വേണ്ട. അതൊക്കെ ഇപ്പൊ ചെറിയ പ്രായമാകുമ്പോ വല്ലാത്തൊരു സങ്കടം. ഞാനത് ഫോക്കസ് ചെയ്ത് നമ്മുടെ അത് അണ്ടർലൈൻ ചെയ്ത് പറയാത്തോണ്ടാണ്. നമ്മുടെ ഈ നേത്രാവതി പുഴക്കിപ്പുറം, അത് മുസ്ലിം ഗല്ലിയിൽ ഉള്ള ഏറ്റവും വലിയ കുഴപ്പം
അമുസ്ലിമീങ്ങൾ വന്നിട്ട് നമ്മളെ കൊല്ലലല്ല, അത് എപ്പോഴെങ്കിലും സംഭവിക്കലാണ്, അല്ലാതല്ല. പിന്നെന്താ ഏറ്റവും നമ്മുടെ മുസ്ലിം ഗല്ലികളിൽ, അത് മലപ്പുറം ജില്ല, തൃശ്ശൂർ ജില്ല, കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ് ജില്ലകളിലുള്ള കുഴപ്പം, നമ്മളുടെ ഇടയിൽ നമ്മൾ ഈ ദീനിനെ ഇല്ലാതാക്കുന്ന പണി, മദ്യപാനം, പിന്നെ മയക്കുമരുന്ന് ഉപയോഗം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ ദീനിനെ നമ്മൾ തന്നെ കൊല്ലുക. ശത്രു വന്ന് നമ്മളെ കൊന്ന അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടു. നമ്മൾ ഇരുന്ന കൊമ്പ് മുറിക്കുക, ഉള്ളിലുള്ള ദീനിനെ, ഈമാനിനെ. ഇപ്പൊ നോക്കിയിട്ട് കഞ്ചാവ് അടിച്ചു പൂസായിട്ട് ഇങ്ങനെ ഇരിക്കുക, എന്തുണ്ടാകുക? അവന്റെ ഈമാൻ അവന്റെ ഉള്ളിന്ന് പോയി. അള്ളാഹു നമ്മളെയും കുടുംബത്തെയും പാരമ്പര്യത്തെയും കാക്കട്ടെ. അമീൻ പറയ്. നമ്മൾ തന്നെ നമ്മളെ കൊല്ലുക, നമ്മൾ തന്നെ നമ്മളെ കൊല്ലിയാൽ എന്താ? കള്ളു കുടിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഈ സമുദായത്തിന്റെ, ഈ ഉമ്മത്തിന്റെ ഒരു തല കത്തുമ്പോ, സിറിയയും ലിബിയയും ലബനാനും കത്തുമ്പോ, അല്ലേ ഇറാനും ഇറാഖും കത്തുമ്പോ, ഈജിപ്ത് കത്തുമ്പോ, തുർക്കി മധ്യധരണിയാടി കടലിലൂടെ യൂറോപ്പിലേക്ക് അഭയാർത്ഥികളായി പോകുന്ന ബോട്ടുകൾ മുങ്ങി നൂറുകണക്കിന് ആളുകൾ മരണപ്പെടുമ്പോ, കോടിക്കണക്കിന് ആളുകൾ എവിടെയുണ്ട് അറിയില്ല, എവിടെയുണ്ടെന്നറിയില്ല. ലോകത്ത് പീഡനങ്ങളും പട്ടിണികളും തുടർക്കഥകളാകുമ്പോ തിന്നാനും കുടിക്കാനുമുള്ള നാട്ടിലുള്ള ചെറുപ്പക്കാർ മദ്യപിക്കുന്നു. അവരെ വിമർശിച്ചാൽ അതിനും ഭീഷണിയല്ലേ? സുബ്ഹാനല്ലാഹ്. കേൾക്കണേ, ഇതൊക്കെ അവസാനിപ്പിക്കാൻ സമയമായില്ലേ? ഒന്നും ഉറപ്പല്ലേ? ഇപ്പൊ ഇവിടെ നോക്കിട്ടെ, ഇവിടെ ഇപ്പൊ കള്ളിനെതിരെ പറയുമ്പോ, മയക്കുമരുന്നിനെതിരെ പറയുമ്പോ, അല്ലെ, ഭീഷണിപ്പെടുത്താനും കൊല്ലാനൊക്കെ ആളുണ്ടാവും നമ്മളുടെ. നമ്മുടെ കുട്ടിയൊക്കെയാണ് ഭയങ്കര ഉസാറ്. അള്ളാന്റെ മുമ്പിൽ എത്തുമ്പോ യൂഖദു ബിന്നവാസി, അല്ലാത്തൊരു വാക്ക് അല്ലെ, യുറഫുൽ മുജ്രിമൂന ബിസീമാഹും യൂഖദു ബിന്നവാസി വൽ അഖ്ദാം. ദാദാ, ഈ കുരിച്ചക്ക കളിക്കുന്ന മനുഷ്യന്മാരൊരു പിടിക്കലുണ്ട്. നാളെ അള്ളാഹു ഇവിടെ സബാനിയാക്കളായ മലക്കുകൾ ഈ മുടിയും പിടിക്കുക, കാലും പിടിക്കുക, ഇങ്ങനെ പിടിക്കുക. വിറക് പൊട്ടിക്കും പോലെ തഫ്സീറിൽ, ഇബ്നു കഥീറിന്റെ തഫ്സീറിലൊക്കെ കാണാൻ കഴിയും. വിറക് പൊട്ടിക്കും പോലെ മനുഷ്യനെ പിടിക്കുക. കുടുമയും അതേപോലെ കാലുകളും ചേർത്ത് പിടിക്കും. തലേ കാലും ഇങ്ങനെ പിടിക്കുക, പൊട്ടിക്കുക, ഇടുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മൾ അല്ലേ, എല്ലാരും സിറാത്ത് പാലത്തിന്റെ മേലെ കയറി വീടൂല, കുറെ ആളെ പിടിച്ചു വലിച്ചോണ്ടു. സുബ്ഹാനല്ലാഹ്. കാസർഗോഡ് പട്ടണത്തിൽ വെച്ച് നിങ്ങൾ നായയെ കൊല്ലുന്ന രംഗം കാണാറില്ലേ? അല്ലേ? മുനിസിപ്പാലിറ്റിയിലെ നായയെ കൊല്ലുന്ന ആളുകളെ കാണാറില്ലേ? ഇഞ്ചക്ഷൻ വെച്ച് നായയെ കുറെ കൂട്ടത്തോടെ കൊന്നു കഴിഞ്ഞാൽ കയറിന് കെട്ടിയിട്ട്, അല്ലേ, കയറിന് കെട്ടിയിട്ട് ഈ നായയെ വലിക്കുന്നത് കാണാറില്ലേ? 3, 4, 5 നായകളെ, 10, 15 നായകളെ ഒന്നിച്ചു കെട്ടിയിട്ട് വലിക്കുന്നത് കാണാറില്ലേ? ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സുല്ലൂഹു. കത്തിക്കാളുന്ന നരകം ദൂരെ അങ്ങ് കാണുമ്പോ ഇപ്പുറത്ത് വെച്ച് ചങ്ങല കൊണ്ട് മനുഷ്യനെ കെട്ടിയിട്ട് വലിച്ചു കൊണ്ടുപോവുകയാണ്. ചങ്ങലക്കിടുക, വലിച്ചു കൊണ്ടുപോയി നരകത്തിലിടുക. ഏത് തമ്മാടിയും ഏത് ധിക്കാരിയും പഞ്ചപുച്ഛമടക്കി അല്ലാന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന നേരം, അല്ലേ? ഒന്ന് ആലോചിക്കട്ടെ, ആ പേടി അത് ഒരു മതബോധാണ്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന നിൽപ്പിനെ ഒന്ന് പേടിക്കണം. പേടിച്ചാൽ അവന് 2 സ്വർഗമാ എപ്പോഴും കൽബില്. അല്ലാ, ഞാൻ നാളെ അള്ളാന്റെ മുമ്പിൽ ഇങ്ങനെ എന്തിനെ കൊള്ളുക? നമുക്ക് സ്വന്തം തോന്നുകയാണ്. ഞാൻ എല്ലാം കൂടി ഇപ്പൊ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ പോയ കുട്ടിയൊക്കെ വല്ലാണ്ട് തോന്നുകയാണ്. ജിമ്മിന് പോകുന്ന കുട്ടിയൊക്കെ പ്രത്യേകിച്ചിട്ട് ഈ ചോരത്തളപ്പ് വല്ലാണ്ടുള്ള, അല്ല, 1.5 കിലോ പോത്തിറച്ചി അങ്ങനെ തന്നെ അങ്ങ് അടിച്ച് ടൗണിൽ പോയിട്ട് കറങ്ങുന്ന കോഴി വാങ്ങി അതങ്ങനെ അങ്ങ് അടിച്ച് സുബ്ഹാനല്ലാഹ് രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്ര തിന്നൂന്ന് ഓനിക്കും അറിയില്ല. നാട്ടിലെ കുറെ മാളത്തിൽ കൂടുന്ന കുറുക്കനും അറിയില്ല എത്ര തിന്നൂന്ന്. അടിച്ചങ്ങോട്ട് മാറി കൊടുത്തിട്ട് ഇങ്ങനെ തടിച്ചു കൊടുത്ത ശരീരമായിട്ട് നടക്കുന്ന എനിക്ക് തോന്നുകയാണ് അള്ളെല്ലാം വന്ന 2 കൊടുത്തിട്ട് അള്ളാനെ പറ്റൂലേന്ന്. പോയിട്ട് നോക്കിയിരുന്നാ മതി, അല്ലേ? അങ്ങനെ തോന്നുകയാണ്. അതിന്റെ പേരിലേക്ക് പറയുന്നത് എന്റെ മുമ്പിലൊക്കെ അള്ള വരുമെന്ന് വായ കൊണ്ട് പറയില്ലെങ്കിലും, അല്ലേ? സുബ്ഹാനല്ലാഹ്. എപ്പോഴും ഓർമ്മ വേണം. വലിമൻ ഖാഫ. അള്ളാന്റെ മുമ്പിൽ ഇങ്ങനെ ഇപ്പൊ നോക്കിയിട്ട് നമ്മളെക്കാൾ ഇപ്പൊ ഞാനിങ്ങനെ ഒരിക്കല് കഅബത്തിന്റെ അടുത്ത്, പിന്നെ പാകിസ്ഥാനികൾ നമുക്കറിയാലോ, നല്ല ആരോഗ്യവാന്മാരാണ്. അള്ളാഹു അവരെയൊക്കെ ദുനിയാവിലെ എല്ലാ മുഅ്മിനീങ്ങൾക്കും, അല്ലെ, നമ്മൾ ആരെ ആക്ഷേപിക്കേണ്ട ആഫിയത്തുള്ള ദീർഘായുസ്സത്വത്തിലായി നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പാകിസ്ഥാനികളും ഈ പിന്നെ അഫ്ഗാനിസ്ഥാനികളൊക്കെ
ഈ ഹറമിന്റെ ഇടക്കൂട്ട തവാഫ് ചെയ്യാൻ പോകുമ്പോൾ നമ്മളിപ്പോഴത്തെ ഈ കുമ്പളങ്ങ അസോസിയേഷൻ, ബർഗർ അസോസിയേഷൻ അല്ലെ, മഞ്ഞ പോലത്തെ അല്ലേ, നമ്മൾ നഞ്ഞ മഞ്ഞ പോലത്തെ ഇങ്ങനെ കുടുങ്ങി പോവാണ്. ഇവര് പോകുന്ന കാണുമ്പോൾ മാറി നിൽക്കുകയാണ്, പോയിക്കോട്ടെ നമുക്ക് അവരൊക്കെ നടക്കാനാവൂല. അപ്പോ പാകിസ്ഥാനി ഹിജർ ഇസ്മായിലിന്റെ ഉള്ളിൽ ഇങ്ങനെ തള്ളിക്കയറി ഇങ്ങനെ നിന്നു. അഫ്ഗാനിയോ പാകിസ്ഥാനിയോ എനിക്ക് ഓർമ്മല്ല, കുറെ കൊല്ലം മുമ്പാണ്. അപ്പോ ഒരു നൈജീരിയക്കാരന്റെ കാലിനോ മറ്റോ വേദന ഉണ്ടായി, എന്തോ സംഭവിച്ചു. ഈ നൈജീരിയക്കാരൻ പാകിസ്ഥാനിയുടെ മൂക്ക് പിടിച്ചിട്ട്, നൈജീരിയക്കാരൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഭയങ്കര ഹൈറ്റുള്ള നല്ല ആരോഗ്യവാന്മാരാണ്. പാകിസ്ഥാനിയേക്കാൾ ഉഷാറാണ് നൈജീരിയക്കാരൻ. അറിയില്ലേ, കറുത്ത വർഗം. പാകിസ്ഥാന്റെ മൂക്കിങ്ങനെ പിടിച്ചു. മൂക്കിങ്ങനെ പിടിക്കുമ്പോ ടവ്വലാടും പോലെ ആടുകയാണ് ആര്? പാകിസ്ഥാനി. നമ്മളെ മൂക്ക് പിടിച്ചെങ്കിൽ മൂക്ക് അനങ്ങൂല, മൂക്കും അനങ്ങൂല, ഓനും അനങ്ങൂല, നമ്മളനങ്ങും. പാകിസ്ഥാനി അനങ്ങൂല. ഇവിടെ നോക്കണം, നൈജീരിയക്കാരെ മൂക്ക് പിടിച്ചപ്പോ മൂക്കും പാകിസ്ഥാനി ഇങ്ങനെ ആടുകയാണ്. പാകിസ്ഥാനി ആകെ പേടിച്ചു, പറക്കാൻ തുടങ്ങി. അന്ത മുസ്ലിം, അന്ന മുസ്ലിം, എന്താ ഈ കളിക്കുന്നത്? അത് അള്ളാഹു തആല എടുത്തു വെച്ചൊരു പണിയാതെ ലോകത്ത്. എത്ര ആരോഗ്യവാനും അല്ലെ, അവനേക്കാളും ഹജ്ജിനൊക്കെ പോയി കഴിഞ്ഞാൽ ശരിക്കും കിബറില്ലാണ്ടാവും. ആരോഗ്യത്തിന്റെ കിബറും പൈസന്റെ കിബറൊക്കെ ഇല്ലാതാവും അല്ലേ. സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്ന സമ്പന്നന്മാർ അവിടെ കാണുമ്പോ, രാജാക്കന്മാര് മുസ്ദലിഫയിൽ വെച്ച് കല്ല് പൊറുക്കുന്ന രംഗം കാണുമ്പോ, വലിയ സമ്പന്നന്മാരായ ആളുകള് മിനയിലെ ഹൈമയിൽ ടെന്റിൽ ഇങ്ങനെ കിടക്കുന്ന രംഗം കാണുമ്പോ കിബറ് പോകൂലേ? കിബറ് പോകും. മുഅ്മിനീങ്ങളെ, ഈ ദുനിയാവിലുള്ള എല്ലാ അഹങ്കാരങ്ങളും പഞ്ചപുച്ഛമടക്കി അല്ലാഹുവിന്റെ മുമ്പിൽ അങ്ങ് സമർപ്പിച്ചു നിൽക്കുന്ന രംഗമൊന്ന് നീ ആലോചിക്കണേ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങളുടെ രക്ഷിതാവിലേക്ക് മടങ്ങുന്ന ദിവസത്തെ സൂക്ഷിക്കണേ. അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തെ ഓർമ്മയ്ക്ക് സൂക്ഷിക്കണേ. അതിങ്ങനെ പേടിച്ചു നിൽക്കുക, എന്നിട്ട് ദോഷവും ചെയ്യാതെ ഓരോ നേരവും പെണ്ണ് വിളിക്കും, ചിലപ്പോ ആണ് വിളിക്കും. പെൺകുട്ടികളെ, സ്ത്രീകളെ, നിങ്ങളെ ചിലപ്പോൾ പെണ്ണ് വിളിക്കും. ഇപ്പൊ അങ്ങനത്തെ കാലല്ലേ. രാത്രി ഒരു 12:30 മണിയാകുമ്പോ, ജാബിറെ എന്നെ അറിയോ, ഷരീഫ നിന്റെ ക്ലാസ്മേറ്റ്, ഇപ്പൊ ഞാൻ കാസർഗോഡ് ടൗണിൽ ഫ്ലാറ്റ് താമസിക്കുകയാണ്, നിന്റെ കൂടെ +1-നും +2-നും പഠിച്ച ആഗ്രഹമായിരുന്നു ഒന്ന് കൂടാനും ഒന്ന് മീറ്റ് ചെയ്യാനൊക്കെ. പക്ഷേ ജീവിതം അതിന് സമയം തന്നില്ല. ഇപ്പം കുറെ ദിവസമായി ഹസ്ബൻഡ് വീട്ടിലില്ല, ടൂറ് പോയിട്ടുള്ളത്. ഞാൻ ഇവിടെ വീട്ടില്, ഞാനും 4 മക്കളും തനിച്ചാണ്. ഒന്ന് നീ വരുവോ? ഇവൾക്കും ഉണ്ട് 4 മക്കള്, ജാബറിനുണ്ട് 3 കുട്ടികൾ. രണ്ടാളും ഞെട്ടും പോട്ടൊക്കെ താഞ്ഞ് കമ്പനി പൂട്ടി കിടക്കുകയാണ്. നോക്കണം. അപ്പോഴാണ് ഫോണ്, നല്ല പ്രൈവസി ഉണ്ട്, ആരുമില്ല, വണ്ടി കൊണ്ടുവന്ന് പുറത്ത് വെച്ചാ ഞാൻ തുറന്നു തരാം, നീ മെല്ലെ ലിഫ്റ്റിലൂടെ കയറി വന്നാ മതി, ഞാൻ തുറന്നു തരാം, വരുവോ? മനോഹരമായ ആകർഷണീയമായ ഈ പെണ്ണിന്റെ കിളിമൊഴി ഇവന്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു സ്നേഹസ്പർശമായി. ചൂടുള്ള രാത്രി. ജാബറാണെങ്കിൽ അന്ന് ഭാര്യ വീട്ടിൽ വെക്കേഷനാണ്, മദ്രസ പൊട്ടിയ സമയം. ഭാര്യ വീട്ടിലേക്ക് മക്കളെ ഒക്കെ പറഞ്ഞയച്ചിട്ട് ഒരു ചിലക്കുണ്ട് സ്വന്തം പുരലൊരു കൂടല്. ഞാൻ എല്ലാരെയും ആക്ഷേപിക്കില്ലട്ടോ, സ്വന്തം പുരലൊരു കൂടല്. അന്ന് ഓനിക്കും പോയിക്കൂടെ, കള്ളം പോകൂല, ഇവിടെ കൂടും. പോകുന്നല്ലാരെ ആക്ഷേപിക്കല്ലേ, പോകുന്നല്ലാരെ ആക്ഷേപിക്കില്ല. ഓനിങ്ങനെ കൂടിയ സമയത്താണ് ഈ ഫോണ്. ഹിത്താനിന്റെയും കടലിന്റെ ഇടയിലായി. അങ്ങോട്ട് പോകണോ, ഇവിടെ കിടക്കണോ? രാത്രിയിൽ കിച്ചരി അബ്ദുൽ ഗഫൂർ മൗലവി പറഞ്ഞ വാള് ചിലപ്പോ എന്നെയും തേടി വരാം. ഇങ്ങനെയുള്ള ഫോണ് എന്നെ അള്ളാഹു നമ്മളെയൊക്കെ കാക്കട്ടെ. ഇസ്മത്ത്, ഹിഫ്ള്, അത് ഏറ്റവും വലിയ തൗഫീഖ്. ദോഷം ചെയ്യാതിരിക്കുക. ഇസ്മത്ത് നമുക്ക് കിട്ടൂലല്ലോ, അത് അമ്പിയാ മുർസലീങ്ങൾക്കുള്ളതല്ലേ. ഹിഫ്ള് കിട്ടുക, ദോഷത്തെ തൊട്ടുള്ള ഹിഫ്ള് കിട്ടുക. അള്ളാഹു നമ്മളെയൊക്കെ നമുക്ക് തന്നനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ജാബിറിന്റെ ശരീരം ഇങ്ങനെ വല്ലാതെ ആഗ്രഹിച്ചു. ഓർമ്മയിലുണ്ട് ആ മുംതാസ് എന്ന പെണ്ണിന്റെ ഭംഗി. അവളാ വിളിക്കുന്നത്, ആ ശബ്ദം പോലും നല്ല ആകർഷണീയമാണ്. ഒന്ന് പോയാലോ, ഒന്നൊരുങ്ങിയാലോ, 3-4 കിലോമീറ്റർ വണ്ടി ഓടിച്ചാൽ അവളെ അടുക്കലെത്തിയില്ലേ. രാവിനെ പകലാക്കാൻ, മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ, സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ ഒന്നൊരുങ്ങിയാലോ. മനസ്സ് പിറകോട്ടും മുമ്പോട്ടും സഞ്ചരിക്കുകയാണ്. അപ്പോൾ നിന്റെ ഹൃദയത്തിലേക്ക് കയറി വരണം. അർഹമുർ റഹീമീനായ അല്ലാഹു ദുനിയാവിൽ ഒരുക്കി വെച്ച ഫിത്നയാണ് പെണ്ണ്, അല്ലേ? നഊദു ബില്ലാഹി മിൻ ശർരി ശയാത്വീനി. വേണ്ട
വേണ്ട പോകണ്ട. ചരിത്രത്തിന്റെ ഇന്നലെകളിലുള്ള ഒരുപാട് സൂഫിയാക്കളെ സൂഫിസം തകർത്തത് പെണ്ണല്ലേ. വേണ്ട, ശരീരമേ നീ കുതറിയോടാതെ ക്ഷമിച്ചാലും, ആഗ്രഹമേ നീ അങ്ങടങ്ങിയാലും, മോഹമേ നീ അങ്ങ് പിറകോട്ട് പോയാലും പോകാൻ ഞാനില്ല. കാത്തിരിക്കുന്നുണ്ടൊരു സുന്ദര സ്വർഗം. എനിക്കവിടെയുള്ള അള്ളാന്റെ സുഖ സൗകര്യങ്ങളും എന്റെ ഭാര്യയും മക്കളും മതി. എനിക്ക് എത്ര ഹിന്ദുക്കൾ ഉണ്ടെന്നറിയോ ജീവിതത്തിൽ വ്യഭിചരിക്കാത്തവര്? എത്ര ക്രിസ്ത്യാനികൾ ഉണ്ടെന്നറിയോ? എത്ര ഹിന്ദു സ്ത്രീകൾ ഉണ്ടെന്നറിയോ? എത്ര ക്രിസ്ത്യാനി സ്ത്രീകൾ ഉണ്ടെന്നറിയോ? നമ്മൾ അള്ളാഹുവിന്റെ കൂടെയാകണം. അള്ളാഹു നമുക്ക് അങ്ങനെ നിൽക്കാനുള്ളൊരു മനക്കരുത്ത് തരട്ടെ. അമ്മീൻ പറ. കള്ളിന്റെ, പെണ്ണിന്റെ, ഇപ്പൊ പലിശ എന്ന് പറഞ്ഞാല് എല്ലാവരും പൈസയും ബാങ്കിലെപ്പോൾ പൈസ പേടിച്ചിട്ടല്ല. ഇപ്പൊ ഈ നോട്ട് നിരോധനം വന്ന മുതല് എല്ലാവരും പൈസയും ബാങ്കിലല്ലേ. 2-3 മാസം കഴിയുമ്പോ ഉദ്യോഗസ്ഥന്മാരെന്നെ പറയും, അതിന്റെ 2000 റുപ്യന്റെ പലിശ. അവർക്ക് 2-3 നീയത്തുണ്ടാവും. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് എടുക്കാലോ. പലരും ഇപ്പൊ നമ്മളിങ്ങനെ ഈ പൈസ വാങ്ങാൻ ആഗ്രഹമുണ്ട്. 25,000 രൂപ പലിശയുടെ പണമുണ്ട്, എന്തിനാ ഈ ബാങ്കിൽ ഇങ്ങനെ ഇടുന്നത്, അങ്ങ് എടുത്തൂടെ? ഉദ്യോഗസ്ഥന്മാര് ചോദിക്കുമ്പോ ചിന്തിക്കുകയാണ്, അല്ലാ അല്ലേ, സാരല്ല, ഉസ്താദന്മാരെന്തല്ലോ വേദ പറയും, അതങ്ങ് എടുത്ത് കളയാ. ചില ആള് പരസ്പരം ഉപദേശിക്കൽ അങ്ങനെയാ. പലിശ വാങ്ങാത്ത മനുഷ്യന്മാരുണ്ട് ഇപ്പൊ. അങ്ങ് വേങ്ങ. വല്ലാതെ എല്ലാ ദോഷവും ചെയ്യാൻ ഇപ്പൊ നോക്കട്ടെ. 90 വയസ്സുള്ള ആക്കും വ്യഭിചരിക്കാനുള്ള ചാൻസ്. അപ്പൊ ചില പെൺകുട്ടിയൊക്കെ ഇഷ്ടം വയസ്സന്മാരോടാണ്. തമാശ പറഞ്ഞല്ല, മാനസിക രോഗമൊന്നുമില്ല എന്ന് പറയാനാ. ചില ചെറുപ്പക്കാർക്ക് ഇഷ്ടം പ്രായമുള്ള പെണ്ണുങ്ങളോടാണ്. തമാശ പറഞ്ഞല്ല. ചില പ്രായമുള്ള ആണുങ്ങൾക്ക് ഇഷ്ടം 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളോടാണ്. അള്ളാഹു നമ്മളെ നോക്കണം. 5 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചു 60കാരൻ പിടിയിൽ. ഞാൻ ഇങ്ങനെ അവന്റെ ഫോട്ടോ ഇങ്ങനെ നോക്കി, ഇത് മനുഷ്യൻ തന്നെയാ പഠിച്ചോനെ, അല്ല കുരങ്ങനാണോ? കുരങ്ങൻ അങ്ങനെ ചെയ്യൂല. 5 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചു 60കാരൻ പിടിയിൽ. എന്താ ഈ പിടി, എന്ത് അവസ്ഥ? 3 വയസ്സുകാരിയെ പീഡിപ്പിച്ചു 3 വയസ്സുള്ള കുട്ടിക്ക് കയ്യും കാലും ഉണ്ടെന്നല്ല വേറെന്തള്ളു. ആലോചിക്കട്ടെ. ഭ്രാന്തമായൊരു ലോകത്തേക്ക് നീങ്ങുകയാണ് മനുഷ്യന്മാര്, അല്ലേ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ചുരുക്കുന്നു, അല്ലേ? അല്ലാഹുവിൽ മുറിഞ്ഞു മുന്നിട്ട് ഇത് പറയുന്ന എനിക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയണം. നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കണം. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി, അനുസരണശീലരായ അള്ളാഹിന്റെ അടിയാറുകളായി, ദിക്റും ദുആഉം ഇബാദത്തും സൽക്കർമ്മങ്ങളുള്ള ഹറാമുകളെ സൂക്ഷിച്ചു ജീവിക്കുന്ന അടിയാറുകളായി, അള്ളാഹിനെ കാണാൻ ആഗ്രഹിച്ച് ജീവിക്കുന്ന മതബോധം കൽബിൽ അല്ലാഹു തആല തന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. മരിക്കോൾ അള്ളാഹു നമ്മുടെ തടിക്ക് ആഫിയത്ത് തരട്ടെ. നമ്മുടെ രോഗങ്ങളെല്ലാം അള്ളാഹു സുഖപ്പെടുത്തി തരട്ടെ. മരിക്കുവോൾ ആഫിയത്ത് ദായിമായി തരട്ടെ. പ്രവർത്തനങ്ങൾ കുറഞ്ഞു വന്ന ഏതെങ്കിലും അവയവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ തടിയിൽ അള്ളാഹു ആ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണമാക്കി തരട്ടെ. ഈ CMA യുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ. ഈ കുട്ടിയെ